ശിക്ഷണത്തിൽ എനിക്ക് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു. This call is now being recorded. അതുകൊണ്ട് തന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ അതൊരു വലിയ മഹാഭാഗ്യമായിരുന്നു. അത് പിന്നീട് അതിന്റെയൊക്കെ റിസൾട്ട് എനിക്ക് വളരെയധികം പ്രയോജനകരമായിട്ടുണ്ട് എന്നുള്ള കാര്യം ആമുഖമായി പറയുകയാണ്. നവാസ്ക എന്നെ സംബന്ധിച്ചിടത്തോളം നവാസ് സാറ് ഒരു മലയാള മാധ്യമ രംഗത്ത്, സാഹിത്യ രംഗത്തും മുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. പത്രപ്രവർത്തകൻ എന്നതിലുപരി അദ്ദേഹത്തിന്റെ ഒരുപാട് ഒരു സ്നേഹലാളനയോടുകൂടിയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിയാൻ ഒരു ഭാഗ്യം ലഭിച്ച ആൾ കൂടിയാണ്. കോഴിക്കോട് ജില്ലയിലെ പൂന്നൂരാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. നിരവധി ഒരുപാട് കാലം ചന്ദ്രികയിലെ പീരിയോഡിക്കൽ എഡിറ്ററുമായി 2010 2014 അദ്ദേഹം സുപ്രഭാതത്തിന്റെ പത്രാധിപരായിരുന്നു. അങ്ങനെ സജീവമായി നിരവധി ഒരുപാട് പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ സവിശേഷതകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അപ്പുറമാണ്. ഇതരസ്പർശിയായ ഭാഷയിലൂടെ അദ്ദേഹത്തിന്റെ ഒരുപാട് രചനകൾ നമുക്ക് സമൂഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമായി രചിച്ച ഒരു സംഭവത്തിൽ ഒന്ന് CH-ന്റെ കഥ എന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു എഴുത്ത് അദ്ദേഹം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവായിരുന്ന CH-ന്റെ ഇതിനപ്പുറം അദ്ദേഹം ഒരുപാട് ലിബി പബ്ലിക്കേഷൻസിന്റെ ഒരുപാട് പുസ്തകങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ അദ്ദേഹം, പിന്നെ ചന്ദ്രികയുടെ ചരിത്രം, അതേപോലെ തന്നെ പ്രേം നസീറിന്റെ കാലം പിന്നെ പറഞ്ഞുകൊണ്ടുള്ള ഇത് മമ്മൂട്ടിയുടെ നക്ഷത്രങ്ങളുടെ രാജകുമാരൻ, അങ്ങനെ അദ്ദേഹത്തിന്റെ രചനകൾ നമുക്ക് ഒരുപാട് അദ്ദേഹത്തിന്റെ പിതാവ് നമ്മൾ എടുത്തു പറയേണ്ടത്, അദ്ദേഹത്തിന്റെ പിതാവ് ഒരു കോഴിക്കോട്ടെ ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു, മജീദ് സാറ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ സഹോദരനും അതേപോലെ തന്നെ വലിയ പൊസിഷനിൽ നമ്മളെ കോഴിക്കോട് വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടും ഉയർന്ന ഉദ്യോഗങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ പൂന്നൂർ GLP സ്കൂളിലാണ് അദ്ദേഹത്തിന്റെ. പിന്നീട് അദ്ദേഹം ഹൈസ്കൂൾ ജീവിതം പിന്നെ ഫറൂഖ് കോളേജിലെ പിന്നെ അദ്ദേഹത്തിന്റെ മറ്റു പ്രവേശനങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇടയിലുള്ള പല ആളുകളും അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഇതിലൊക്കെ പിന്നെ ഒരുമിച്ച് പിന്നെ പഠനകാലത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. അത് മറ്റൊരു കാര്യം, അദ്ദേഹം പിന്നെ കോഴിക്കോട് പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പത്രപ്രവർത്തക യൂണിയന്റെ ഭാരവാഹിത്വത്തിൽ നിരവധി കാലം പിന്നെ വലിയ ഇതായിരുന്നു. പിന്നെ അങ്ങനെ തുടങ്ങി മാധ്യമപ്രവർത്തന രംഗത്തും മറ്റു നിലകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ അദ്ദേഹം വളരെയധികം പിന്നെ ഒരു അടയാളപ്പെടുത്തലുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തെ ഇന്ന് നമുക്ക് ലഭിച്ചത് വലിയൊരു ഇതാണ്. പിന്നെ നവാസ് ഖാനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു മനഃശക്തിയുടെ കൂട്ടായ്മ ഒരു വലിയ 12,000-ഓളം ആളുകളുടെ ഡോക്ടർ CK റാഷിദ് സാറിന്റെ ആഗോള പ്രചാരകനാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് ആളുകൾ പിന്നെ അദ്ദേഹത്തിനോട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ സംരംഭത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാനും നമുക്ക് പിന്നെ നല്ല രീതിയിലുള്ള ഒരു മനഃശക്തി വർദ്ധിപ്പിച്ചെടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ മഹാഭാഗ്യമായി കാണുന്നു. അതുകൊണ്ട് ആ ഒരു പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അതിഥിയായി നമുക്ക് ലഭിച്ചത് വലിയ ഭാഗ്യമായി നമ്മൾ കാണുന്നു. അതിനെ ദൈവം തമ്പുരാനെ സ്തുതിക്കുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ ഇന്ന് ആഗോള പ്രചാരകനായ ഡോക്ടർ CK റാഷിദ് സാറ്, അദ്ദേഹത്തെയും ഈ ഒരു പരിപാടി പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ്. അതേപോലെ നമ്മുടെ മൈത്രി മാക്കുൽ സാർ, അദ്ദേഹത്തെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ അതേപോലെ നമ്മുടെ ചെയർമാൻ സൈനുദ്ദീൻ സാർ, അദ്ദേഹത്തെയും ഈ ഒരു പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. പിന്നെ ഒപ്പം തന്നെ CK അബ്ദുൽ അസീസ് സാർ, അദ്ദേഹത്തെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ
ഫൈസൽ പൊയിൽത്തൊടി, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഒപ്പം തന്നെ നമ്മുടെ ജ്യോതി മേം, ജമീല ടീച്ചർ, നമ്മുടെ സീനത്ത് മേം, റംല മേം, അതുപോലെ നമ്മുടെ അഷഫ് സാർ, മറ്റുള്ള എല്ലാവരെയും, ഈ ഒരു ടീം വർക്കേഴ്സിനെ ഒക്കെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൈത്രി മാക്കുൽ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. ജയ് ഹിന്ദ്. Thank you. More power to you, സുബ്രത് സാർ. വളരെ മനോഹരമായിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റിനെ പരിചയപ്പെടുത്തി. അപ്പൊ നമ്മുടെ വളരെ എക്സൈറ്റഡ് ആയ നമ്മുടെ ഈ പരിപാടി ഒരു മുഖ്യ അതിഥിയായിട്ട് നമുക്ക് പിന്നെ നവാസ് സാറെ കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു കൂട്ടായ്മയെ പറ്റി വിവരിച്ചു. 2 കൊല്ലമായി ഇടതടവില്ലാതെ ഒരു കാലാവസ്ഥാ വ്യതിയാനമോ പെരുന്നാളോ ആഘോഷമോ ദുഃഖമോ ഒന്നും പരിഗണിക്കാതെ ഞങ്ങള് ഈ ഒരു പുലർക്കാലെ സംഗമിക്കുകയാണ്. എന്നിട്ട് മനഃശക്തി ലഭിക്കുന്ന ക്ലാസ്സുകൾ ഗ്രാൻഡ് മാസ്റ്റർ CKR നൽകുകയാണ്. അതിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ചടങ്ങുകൾ. ഇടയ്ക്കൊക്കെ ഒരുപാട് ഗസ്റ്റുകൾ, നമുക്ക് ആഗോള പ്രശസ്തരായ പല ഗസ്റ്റുകൾ നമ്മളുമായിട്ട് സംവദിച്ചിട്ടുണ്ട്, എല്ലാ രംഗത്തുമുള്ള. ഇപ്പോൾ 2ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 2ാമത്തെ സെഷനാണിത്. അപ്പോൾ ഞങ്ങൾ ഏറെ സന്തുഷ്ടരാണ്. സാഹിത്യരംഗത്ത്, പത്രപ്രവർത്തന രംഗത്ത് അതികായകനായ നവാസ് സാറ്. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും ചന്ദ്രികയിലുള്ളപ്പോൾ പണ്ടൊക്കെ പല സൃഷ്ടികളുമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു പിന്തുണ, പ്രോത്സാഹനം അങ്ങേരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഓർക്കുകയാണ്. അതിനുശേഷം പ്രവാസ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധം മുറിഞ്ഞു പോയതാണ്. അപ്പോൾ CK റാഷിദ് സാറ് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷം നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നവാസ് പൂനൂർ സാർ നമ്മളോട് സംവദിക്കും. ഒരു കാര്യം പറയാനുള്ളത്, ഇതിലേറെ വനിതകളാണ്. ജ്യോതി മാം, ജമീല ടീച്ചർ, നദീറ മാം, ഫാത്തിമ സൂറ. അപ്പൊ ഈ ഒരു ചർച്ച, സാറാണ് ഗസ്റ്റ് എന്ന് നദീറ മാമാന്ന് തോന്നുന്നു പറഞ്ഞപ്പോ എല്ലാവരും നമ്പറുമായിട്ട് വരികയാണ്. അത്രമാത്രം എല്ലാവരുടെ അടുത്തും സാറ് നമ്പർ ഉണ്ട്. അത്ര മാത്രം സുപരിചിതരാണ് ഇതിലെ എല്ലാ ശ്രോതാക്കളുമെന്ന് അറിയിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. CK റാഷിദ് സാർ, പ്ലീസ്. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ 2ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ചകൾ നടക്കുന്ന ഈ സെഷനിൽ ഇന്നത്തെ പ്രോഗ്രാം നവാസ് പൂനൂർ സാറാണ് നമ്മളുമായിട്ട് സംവദിക്കാനായിട്ട് പോകുന്നത്. ഗസ്റ്റിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ സിബത്തുള്ള സാറ് പറഞ്ഞു, അതേപോലെ തന്നെ മാക്കുൽ സാറും നമുക്ക് വിശദീകരിച്ച് തന്നു. തീർച്ചയായിട്ടും എല്ലാവരും അദ്ദേഹത്തിന്റെ ടോക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് മനുഷ്യർക്ക് അത്യസാധാരണമായ വിധമുള്ള കഴിവ് യഥാർത്ഥത്തിലുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ 2 വർഷത്തെ ഈ യാത്രക്കിടയിൽ നമുക്ക് ബോധ്യമായിട്ടുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും, മനസ്സിൽ വിഭാവനം ചെയ്യാൻ കഴിയുന്ന എന്തും നേടിയെടുക്കാനുള്ള ഒരു ശക്തിയും ശേഷിയും ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന സ്വയം തിരിച്ചറിവിന്റെ നാളുകളായിരുന്നു 2 വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും ഈ ഒരു യാത്ര തുടർന്നപ്പോൾ നമ്മുടെ ലൈഫിൽ പല രീതിയിലും പല അർത്ഥത്തിലും ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു കൂട്ടായ്മക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇത് ഒരാളുടെ വിജയമല്ല, ഇത് എല്ലാവരുടെയും, ഈ കൂട്ടായ്മയുടെയും ഈ ടീമിന്റെയും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളുടെയും ഇതുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാ ആളുകളും ചേർന്ന് നിന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു യാത്ര തുടരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും അവനവനെ തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ജീവിതത്തിൽ പലതും നേടിയെടുക്കാനും പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുമുള്ള ഒരു ശക്തി അവരിൽ ലഭിക്കുകയും, പ്രതിസന്ധികൾ വരിക എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്.
ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവും ഇച്ഛാശക്തിയും ഒക്കെ ഓരോരുത്തരും പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ജീവിതം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ അവസരത്തിലാണ് നാം ഇപ്പോൾ ഓരോരുത്തരും ഉള്ളത്. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ കേരളക്കരയിൽ മലയാളികൾക്കിടയിൽ ആ അർത്ഥത്തിലുള്ള ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന എന്ന് മാത്രമല്ല, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, ജീവിതത്തിൽ പാലിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇത് എന്നുള്ളതാണ്. കേവലമായിട്ടുള്ള ഇതൊരു ക്ലാസ് അല്ല, ഇറ്റ്സ് എ മൂവ്മെന്റ്. ഇതൊരു മുന്നേറ്റമായിട്ടാണ് ഞങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നവാസ് സാറിനെ പോലെയുള്ള ഒരു അതികായകനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോവുകയും അദ്ദേഹത്തിന്റെ മനഃശക്തി അദ്ദേഹം ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചു വിജയങ്ങൾ നേടിയെടുക്കാനായിട്ട് അത് സഹായിച്ചു എന്നുള്ള കഥകളൊക്കെ നമുക്ക് നേരിട്ട് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. തീർച്ചയായിട്ടും ആ സെഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. മോർ പവർ ടു യു നവാസ് സർ. താങ്ക് യു വെരി മച്ച്. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം. ഞങ്ങള് സാറിന്റെ കഥകൾ കേൾക്കാനും അതോടൊപ്പം ഞങ്ങൾക്ക് അറിയാനുള്ള ചില ചോദ്യങ്ങളൊക്കെ സാർ ചോദിക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. മോർ പവർ ടു യു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. മോർ പവർ ടു യു ഗ്രാൻഡ് മാസ്റ്റർ. അപ്പൊ നമ്മുടെ ചീഫ് ഗസ്റ്റ് നവാസ് പൂനൂർ സാറിനെ കേൾക്കാൻ വേണ്ടി എന്തോ ഒരു മൈക്ക് ഓക്കെ കേൾക്കാൻ വേണ്ടി നമ്മള് കാത്തിരുന്ന നവാസ് സാർ പ്ലീസ്. നവാസ് സർ മ്യൂട്ടാണ്. നവാസ് സർ മ്യൂട്ടാണ്. പ്രിയപ്പെട്ടവരെ, ക്ലിയർ ആണ്, വോയിസ് ക്ലിയർ ആണ്. സാറിന്റെ വീഡിയോ ഫോണിലാണോ സാറ്? വീഡിയോ ആക്കായിരുന്നല്ലേ? ഫോണിലാണുള്ളത്. അല്ല, അത് കുഴപ്പമില്ല. ലാപ്പിലോ മറ്റാക്കായിരുന്നല്ലേ? ഫോണില് കുഴപ്പമില്ല. കുത്തനെ വെക്കാവോ സാർ? ഒന്ന് കുത്തനെ വെക്കാവോ ഫോണ്? ആ യെസ് 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 യെസ്. ഓക്കെ സർ. ഓക്കെ ഓക്കെ. യെസ് സർ, യെസ് സർ. യെസ്, ഇപ്പൊ പെർഫെക്റ്റ് ആണ്. ഒന്നും കൂടെ ഫേസ് കുറച്ചും കൂടെ കാണത്തക്ക വിധത്തിൽ വെച്ചാൽ നല്ലതായിരുന്നു. ഓക്കെ സർ, ലെറ്റ് us start. സാങ്കേതിക കാര്യങ്ങൾക്ക് മറ്റു പലതും പോലെ ഇതും വളരെ മോശമാണ്. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വെൽക്കം വെൽക്കം. പ്രിയപ്പെട്ടവരെ, സുപ്രഭാതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നില്ല, അത് സ്നേഹത്തോടെ മനസ്സിൽ സൂക്ഷിക്കും. ഷീബത്ത് എന്റെ വളരെ നല്ല സുഹൃത്താണ്. ഒരുപാട് കാലമായുള്ള സൗഹൃദമുണ്ട്. വെറും ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല, അതിലുപരി അദ്ദേഹം എൻ്റെ ഒരു കുടുംബ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ധാരാളം ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ പൂർവികരുമായും നല്ല ബന്ധമുണ്ട്. ഇന്നലെ ഷീബത്ത് വിളിച്ചു പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ ജോയിൻ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് രണ്ട് വികാരമാണ്, സന്തോഷവും സങ്കടവും രണ്ടും ഉണ്ട്. കാരണം സന്തോഷത്തിന് കാരണം ഇത്രയും നല്ലൊരു കൂട്ടായ്മയിൽ ഇത്തിരി നേരം ഇരിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷം. സങ്കടത്തിന്റെ കാരണം ഈ ക്ലാസ് എനിക്ക് നഷ്ടപ്പെട്ടല്ലോ, ഇത്രയും കാലം ഒരു ദിവസം പോലും എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ ചേരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടവുമാണ്. ഡോക്ടർ റാഷിദ് 777 ദിവസം ആയിരങ്ങളുടെ മനസ്സിൽ കൈയെടുത്ത് അമ്മാനമാടിയ ഒരു പ്രതിഭ. തികവുള്ള ഒരു പ്രഭാത നക്ഷത്രമായി, ആത്മാർത്ഥതയുടെ ഒരു വിശുദ്ധ പുഷ്പമായി ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നു. കാരണം എനിക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വലിയ വിജയമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഈ 777 ദിവസത്തിൽ ഒരു ദിവസം പോലും അദ്ദേഹത്തെ കേൾക്കാനായില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഇതിലുണ്ട്. ഷീബത്ത് മാത്രമല്ല, ഒരുപാട് ബന്ധുമിത്രാദികൾ, നമ്മുടെ അധ്യക്ഷത വഹിച്ച ശ്രീ മജീദ് ഉൾപ്പെടെ എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ നിരവധി ആളുകൾ ഇതിൽ കണ്ണികളാണ്. പക്ഷെ ഈ കൂട്ടായ്മയെക്കുറിച്ച് അറിയാതെ പോയതിലുള്ള ഒരു വിഷമം എന്റെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്നപ്പം തന്നെ പോസിറ്റീവ് എനർജി കിട്ടി എന്നത് സത്യമാണ്. അപ്പൊ നിങ്ങളൊക്കെ എത്രമാത്രം ഇത് ഉൾക്കൊണ്ട് കാണും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാനൊരു ചെറിയ കഥ പറഞ്ഞോട്ടെ.
ടോമി സ്കൂളിൽ നിന്ന് വന്നപ്പോ അമ്മയ്ക്കൊരു കത്ത് കൊടുത്തു. സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് നൽകിയ കത്തായിരുന്നു അത്. ആ കത്ത് വായിച്ച് ടോമിയുടെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവരുടെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു. മോനത് കണ്ടു. മോൻ ചോദിച്ചു, എന്താ അമ്മ കരയുന്നത്? അമ്മ പറഞ്ഞു, ഞാൻ സന്തോഷം കൊണ്ട് കരയാണ് മോനെ. അവർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ മോൻ ചോദിച്ചു, അമ്മേ ടീച്ചർ എന്താ എഴുതിയത്? അമ്മ പറഞ്ഞു, ടീച്ചർ എഴുതിയത് എന്റെ മോൻ വളരെ മിടുക്കനാണ്, സ്കൂളിൽ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ മറ്റ് കുട്ടികളോടൊപ്പം ഇരുത്തി മോനെ പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം മറ്റു കുട്ടികളുമായുള്ള ബുദ്ധിശക്തിയുടെ വ്യത്യാസം വല്ലാതെയാണ്. അതുകൊണ്ട് മറ്റു കുട്ടികളോടൊപ്പം ഇരുത്തി പഠിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ മോന് മറ്റേതെങ്കിലും നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം, അല്ലെങ്കിൽ വീട്ടിലിരുത്തി പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത് എന്നമ്മ പറഞ്ഞു. അമ്മ റിട്ടയർ ചെയ്തൊരു ടീച്ചറായിരുന്നു. മോന് സന്തോഷമായി മോൻ പോയി. ആ കത്തിൽ എഴുതിയത് എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കത്തിൽ എഴുതിയത്, നിങ്ങളുടെ മോനൊരു മരം മണ്ടനാണ്, അവൻ ഈ സ്കൂളിൽ ഇരുത്തി പഠിപ്പിച്ചാൽ മറ്റു കുട്ടികളെയും അത് ബാധിക്കും, ഈ വിദ്യാലയത്തിന്റെ നിലവാരം നഷ്ടപ്പെടും, അതുകൊണ്ട് ദയവ് ചെയ്ത് നാളെ മുതൽ മോനെ സ്കൂളിൽ അയക്കരുത്. ഒന്നുകിൽ നിങ്ങൾ വീട്ടിലിരുത്തി പഠിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമെങ്കിൽ അത് വാങ്ങുക. നിങ്ങൾക്ക് ആളെ മനസ്സിലായോ? ആർക്കെങ്കിലും ആളെ മനസ്സിലായെങ്കിൽ ഒന്ന് പറയണം. ഞാൻ മനസ്സിലായി. വെരി ഗുഡ്, വെരി ഗുഡ്. ആരാ പറഞ്ഞത്? ഇത് പറഞ്ഞതാരായിരുന്നു? തോമസ് അൽവ എഡിസൺ എന്ന ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ആയിരുന്നു ഈ ടോമി എന്ന കുട്ടി. അധ്യാപികയായിരുന്ന അമ്മ വീട്ടിലെത്തി മകനെ പഠിപ്പിച്ചു. അപ്പൊ ഞാൻ ഈ റാഷിദിന്റെ ക്ലാസ്സിനെ കുറിച്ച് കേട്ടപ്പോ ഏറ്റവും കൂടുതൽ മനഃശക്തിയുള്ള എന്റെ മനസ്സിൽ വന്ന ഒരു കുടുംബം, ഒരമ്മയും മകനും ടോമിയും അമ്മയുമാണ്. തോമസ് അൽവ എഡിസണും അദ്ദേഹത്തിന്റെ അമ്മയുമാണ്. ആ ഒരു നിമിഷം കൊണ്ട് ആ കത്ത് വായിച്ചപ്പോൾ, മോൻ മണ്ടനാണ്, നാളെ മുതൽ സ്കൂളിലേക്ക് അയക്കരുതെന്ന കത്ത് വായിച്ചപ്പോൾ മോനുണ്ട് മുമ്പിൽ. ആ മോന്റെ അടുത്ത് അത് മറച്ചു വെച്ചുകൊണ്ട് പെട്ടെന്ന് അത് മാറ്റി പറയാനുള്ള ഒരു മനോശക്തി ഈ അമ്മയ്ക്കുണ്ടായി എന്നത് ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ലോകം ആദരിക്കുന്ന വലിയ ശാസ്ത്രജ്ഞനായി, വലിയൊരു ബിസിനസ് മാഗ്നറ്റായി, വലിയൊരു വ്യവസായിയായി തോമസ് അൽവ എഡിസന് മാറാൻ കഴിഞ്ഞത്. അദ്ദേഹവും അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് പ്രയാസം അനുഭവിച്ചു ജീവിക്കാൻ. അമ്മയെ സഹായിക്കാൻ അദ്ദേഹം തീവണ്ടിയിൽ പത്രം വിറ്റ് നടന്നു, അദ്ദേഹം തീവണ്ടിയിൽ മുട്ടായി വിറ്റ് നടന്നു, അദ്ദേഹം പച്ചക്കറി കച്ചവടം ചെയ്തു. അങ്ങനെ ചെറിയ ചെറിയ കച്ചവടത്തിലൂടെ അദ്ദേഹം ഉയർന്നു വന്നു. അദ്ദേഹമാണ് ബൾബ് കണ്ടുപിടിച്ചത്, നമുക്കറിയാം. അദ്ദേഹമാണ് ഈ സിനിമയും മറ്റും ചലിക്കുന്ന ചിത്രങ്ങൾ എടുക്കുന്ന ക്യാമറ ആദ്യമായി കണ്ടുപിടിച്ചത്. അദ്ദേഹമാണ് ശബ്ദം റെക്കോർഡ് ചെയ്ത് നമുക്ക് കേൾപ്പിക്കാമെന്ന കാര്യം കണ്ടുപിടിച്ചത്. അങ്ങനെ ഒരുപാട് ശാസ്ത്രത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു വലിയ മനുഷ്യനായി തോമസ് അൽവ എഡിസനെ മാറ്റിയത് ഈ അമ്മയുടെ മനോധൈര്യമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മനഃശക്തി കൂടുതലുള്ളത് ഭരണാധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കുമാണ് എന്ന് ഞാൻ പറയാറുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഒക്കെ കേരളത്തിൽ നിന്ന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോയി. ബ്രിട്ടീഷുകാര് കുരുമുളക് സ്ഥിരമായി പതിവായി കൊണ്ടുപോകുമായിരുന്നു. ഒടുവിൽ അവര് കുരുമുളകിന്റെ തൈയും കയറ്റിയേക്കാൻ തുടങ്ങി, ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി. ഇത് കണ്ട ആളുകളൊക്കെ വലിയ വിഷമത്തിലായി, ആളുകളൊക്കെ പ്രയാസപ്പെട്ടു. അവര് മഹാരാജാവിന്റെ അടുത്ത് പരാതി പറഞ്ഞു, മഹാരാജാവേ, ബ്രിട്ടീഷുകാർ ഇതാ ഇവിടുന്ന് നമ്മുടെ കുരുമുളകിന്റെ തൈയെല്ലാം കൊണ്ടുപോകുന്നു. രാജാവ് ഹൃദ്യമായി ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, കുരുമുളകിന്റെ തൈയല്ലേ അവർ കൊണ്ടുപോകാൻ പറ്റൂ, തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഒക്കെ. അപ്പോ അതും അദ്ദേഹത്തിന്റെ ഭരണാധികാരിയുടെ ഒരു മനഃശക്തിയായി എനിക്ക് തോന്നുകയാണ്. നമുക്കറിയാം, ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കാലികമായ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബോധ്യപ്പെടും.
ഒരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തെ തരണം ചെയ്യാനുള്ള മനഃശക്തി ഉണ്ടാവുക എന്നതാണല്ലോ റാഷിദ് പറയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാരെ കുറച്ചൊരു ഇപ്പൊ സാന്ദർഭികമായ കാര്യങ്ങൾ ഞാനത് പറഞ്ഞോട്ടെ. ഞാൻ രാഷ്ട്രീയം പറയുകയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മളിപ്പോ ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, ഭരണമൊക്കെ വന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സ്ഥാനാർത്ഥിത്വം ലഭിക്കാൻ വേണ്ടി വളരെ പ്രമുഖരായ ആളുകൾ പോലും എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം അതിന് പിന്നാലെ പോയിട്ടുണ്ട് നമുക്കറിയാം. നമ്മൾ പലരും കാണിക്കാത്ത രീതിയിലാണ്, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ വളരെ പാതാളത്തോളം വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഭൂമിയോളം താണ് തിരുവനന്തപുരത്തും ഡൽഹിയിലും തമ്പടിച്ചത് നമുക്കറിയാം. അവർക്ക് പലർക്കും സീറ്റ് കിട്ടിയില്ല, അവർ പലരും പരിഗണിക്കപ്പെട്ടില്ല. ആ വലിയ നേതാക്കളെ പോലും നേതൃത്വം, ഹൈക്കമാൻഡും നേതൃത്വവും ഒക്കെ തള്ളിക്കളഞ്ഞു. പക്ഷെ അവരൊരു പ്രയാസവുമില്ലാതെ വെളിക്ക ചിരിച്ചുകൊണ്ട് തന്നെ വീണ്ടും രംഗത്തിറങ്ങി. നമ്മൾ പലരും തളർന്നു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവർ തളർന്നില്ല. കേരളത്തിൽ ഭരണം വന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നിലേറെ പേരുകൾ വന്നു. അതൊക്കെ വലിയ വലിയ നേതാക്കന്മാരായിരുന്നു. അവരൊക്കെ ആ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഓടി. അവരെല്ലാം ഓടുന്നത് കണ്ട് നമുക്ക് പലർക്കും നാണക്കേടുണ്ടായി. പക്ഷെ അവർക്കൊരു നാണക്കേടുമുണ്ടായില്ല. തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും നടന്നിട്ടില്ലാത്ത, ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവർക്ക് രംഗത്തിറങ്ങി. ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ്, അന്ന് പഴയ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പഴയ മുന്നണിയെ, അതിന്റെ നേതൃത്വത്തെയും രൂക്ഷമായി വിമർശിച്ചു അണികളൊക്കെ. പക്ഷെ ആ നേതാവ് കുലുങ്ങിയില്ല. അദ്ദേഹത്തിന്റെ മനോധൈര്യം, അദ്ദേഹത്തിന്റെ മനഃശക്തി നമുക്ക് വളരെ പ്രകടമായി കാണുന്ന ഒരു കാര്യമായി അതും എനിക്ക് തോന്നുന്നു. ഞാൻ ആ ഭാഗം വിടാം, നമുക്ക് ആ ഭാഗം വിടാം. ഞാൻ പറഞ്ഞത് ഭരണാധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ നമ്മളൊരു പക്ഷേ മനഃശക്തി എന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് തൊലിക്കട്ടി എന്നാവും. പക്ഷെ തൊലിക്കട്ടിയാണെങ്കിലും അത് മനഃശക്തിയുടെ ഒരു വലിയ ഉദാഹരണമായി എനിക്ക് തോന്നുന്നു. മനഃശക്തി ഉള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. ഏത് രംഗത്തായാലും, രാഷ്ട്രീയ രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും മറ്റ് ഏത് രംഗത്തായാലും മനഃശക്തി ഉള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ. തളർന്നു പോയാൽ വീണു. ഒരു പരാജയം നമ്മെ തളർത്തിക്കൂടാ. ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ വിജയിക്കൂ എന്ന ചിന്ത നമുക്കുണ്ടാകണം. അത് നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെയൊക്കെ അനുഭവത്തിൽ, നമുക്കൊക്കെ ജീവിതത്തിൽ ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോലമായ മനസ്സുകൾക്ക് ഒരുപക്ഷെ മനഃശക്തി കുറവായിരിക്കാം. പക്ഷെ ഈ ലോലമായ മനസ്സുകളെ ഒരിക്കലും തള്ളിപ്പറയാൻ ഞാൻ തയ്യാറല്ല, ഞാൻ ആളല്ല. ഒരു നല്ല കഥ വായിക്കുമ്പോൾ, ഒരു നല്ല സിനിമ കാണുമ്പോൾ അതിൽ പൂർണ്ണമായും മുഴുകി കാണുന്ന ചില ആളുകളുണ്ട്. ഒരു സിനിമയിൽ ഒരു തമാശ അല്ലെങ്കിൽ ഒരു തമാശ കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കാൻ കഴിയുന്ന ആളുകൾ, ഒരു സങ്കടം കാണുമ്പോൾ കണ്ണുകൾ നിറയുന്ന ആളുകൾ. അത് വായിക്കുകയാണെങ്കിൽ, പുസ്തകം വായിക്കുവാണെങ്കിലും നമുക്കൊരു സങ്കടം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുക. അപ്പൊ അവർക്കൊക്കെ മനഃശക്തി ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ അതൊരു തെറ്റായ, ഒരു മോശമായ ക്വാളിറ്റിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് മനസ്സിന്റെ ലോലമായ അവസ്ഥയാണ്. പക്ഷെ ആ ആളുകൾക്കൊക്കെ തന്നെ മനഃശക്തി ഉണ്ടാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ആവശ്യമായ ഘട്ടങ്ങളിൽ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മനഃശക്തി ഉണ്ടാക്കി കൊടുക്കാൻ ഒരു പരിധിവരെ ഈ കൗൺസിലിങ്ങിന് കഴിയും, കൗൺസിലിങ്ങുകൾക്ക് കഴിയും എന്നായി മനസ്സിലാക്കുന്നത്. ഇപ്പൊ ധാരാളം കൗൺസിലിംഗ് സെന്ററുകൾ നാടാകെ നടക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്, ഞാൻ അതേക്കുറിച്ച് ഇവിടെ നിങ്ങൾ ഇത്രയും 777 ദിവസം വളരെ വിദഗ്ധമായ, വളരെ മിടുക്കനായ ഒരാളുടെ ക്ലാസ് കേട്ട ആളുകളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങളൊക്കെ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇവിടെ ധാരാളം കൗൺസിലിംഗ് സെന്ററുകൾ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു ചെറിയ ക്ഷീണം വന്നാൽ, ഒരു ബലക്ഷയം വന്നാൽ നമ്മൾ ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാരെ കാണും. പക്ഷെ അതുപോലെ തന്നെ മനസ്സിന് എന്തെങ്കിലും ഒരു ദുർബലത വന്നാൽ, ഒരു ദൗർബല്യം വന്നാൽ നമ്മളൊരു വിദഗ്ധനായ സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണുന്നില്ല. ഇപ്പൊ കുറെയൊക്കെ മാറിയെങ്കിലും പൂർണ്ണമായും മാറിയിട്ടില്ല. അത് എന്തോ ഒരു പാടില്ലാത്ത സംഗതിയാണ്. മനസ്സിന്റെ അസുഖം എന്ന് പറയുമ്പോൾ മറ്റെന്തോ ആണ് എന്നൊക്കെയുള്ള ഒരു ധാരണ പൂർണ്ണമായും നമ്മുടെ സമൂഹത്തിൽ മാറിയിട്ടില്ല. അത് മറ്റു രോഗങ്ങൾ പോലെ തന്നെയാണ്, അതും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ് എന്ന് ഒരു ധാരണ നമുക്കുണ്ടാവണം, എന്നൊരു ധാരണ വരണം. അങ്ങനെ ധാരണ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പൊ അത്രമാത്രം ബോധവൽക്കരണം നാടാകെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയും ചതിക്കുഴികളുണ്ട്, ഇവിടെയും വ്യാജന്മാരുണ്ടാകാം,
അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയും. പിന്നെ ഒരു കാര്യം, ഈ മനോദൗർബല്യം എന്ന് പറയുന്നത് ചിലർക്കത് ജനിതകമായി കിട്ടും, പരമ്പരാഗതമായി കിട്ടിയേക്കാം. അത് ഒരു പക്ഷെ ചികിത്സിച്ച് ഭേദമാക്കാൻ അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെ അത് ഭേദമാക്കാൻ ഒരു പരിധിവരെ മാത്രമേ കഴിയുള്ളൂ. അതല്ലാത്ത ആളുകൾക്കൊക്കെ അത് മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ജന്മനാലുള്ള ഈ ധൈര്യക്കുറവ് അത് പൂർണ്ണമായും മാറിയില്ലെങ്കിലും കുറെ കൗൺസിലിംഗ്, കുറെ സിറ്റിംഗ് ഒക്കെ എടുത്ത് ഇരിക്കുമ്പോൾ, കുറെ കൗൺസിലിംഗ് ഒക്കെ കിട്ടുമ്പോൾ അത് കുറെയൊക്കെ മാറും. പിന്നെ കുടുംബപരമായി അത് മാതാപിതാക്കൾക്കാർക്കെങ്കിലും അവരുടെ ഒരു സ്വഭാവം, നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് പരമ്പരാഗതമായി കിട്ടുന്ന രീതി, നമ്മുടെ മാതാപിതാക്കന്മാരുടെ രീതി നമുക്ക് സ്വാഭാവികമായും വരും. അപ്പോ അത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. പിന്നെ നമ്മുടെ യോഗയിലൂടെ, വ്യായാമത്തിലൂടെ, എക്സസൈസിലൂടെ ഒക്കെ നമുക്ക് കുറെയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. പിന്നെ നല്ല സൗഹൃദങ്ങൾ, അതൊരു പരിധി വരെ വല്ലാതെ സഹായിക്കും. നല്ല സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഹൃദയം തുറന്ന് പങ്കുവെക്കാൻ കഴിയുന്ന സൗഹൃദം ഉണ്ടാകണം. അത് നമ്മുടെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ആയാലും ശരി, അതല്ല അടുത്ത സുഹൃത്തുക്കളായാലും ശരി, നമുക്ക് ഹൃദയം തുറന്ന് പറയാൻ കഴിയണം, മനസ്സിൽ കളങ്കമില്ലാതെ പറയാൻ കഴിയണം. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാകണം അവർ. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരോട് നമുക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയണം. അങ്ങനത്തെ ഒരു സൗഹൃദം, ആ രീതിയിലുള്ള ബന്ധം നമുക്കുണ്ടാകണം. അപ്പോൾ സന്തോഷം, ഇത് നമുക്കിപ്പോ ഈ ഒരു കാര്യം നമ്മൾ വളരെ പ്രാഥമികമായി നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും സന്തോഷം പങ്കുവെക്കുമ്പോൾ ആ സന്തോഷം സ്വാഭാവികമായി വർദ്ധിക്കും. അതേസമയം നമ്മൾ എന്തെങ്കിലും ദുഃഖം പങ്കുവെക്കുമ്പോൾ ആ ദുഃഖം നമുക്ക് ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും. അപ്പൊ സന്തോഷം വർദ്ധിക്കുകയും ദുഃഖം പങ്കുവെക്കുമ്പോൾ അത് കുറയുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പരസ്പരം പങ്കുവെക്കാൻ നിർബന്ധിതരാണ്. ഇപ്പോഴത്തെ ആളുകളുടെ മനോനിലയൊക്കെ മാറിയിട്ടുണ്ട്. കാരണം നമുക്ക് ആർക്കും ഒരാളുടെ വിജയം അല്ലെങ്കിൽ സന്തോഷം നമുക്ക് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ നമുക്ക് പലപ്പോഴും മനസ്സുണ്ടാവില്ല. മറ്റുള്ളവരുടെ വിജയത്തെക്കുറിച്ച് പറയാൻ നമുക്ക് മനസ്സുണ്ടാവില്ല. മറ്റുള്ളവരുടെ നേട്ടങ്ങളെ കുറിച്ച് പറയാൻ മനസ്സുണ്ടാവില്ല. പക്ഷേ നമുക്ക് വേണ്ടത്, എവിടെയോ കിടക്കുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന് ഒരു വിജയം ഉണ്ടാകുമ്പോൾ, ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ, ഇവിടെ നാഴികക്കകരെ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സ് സന്തോഷിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാണ്, നല്ല മനസ്സാണ് എന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. ഞാനൊരു കുട്ടികളുമായി ഒരു സ്കൂളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചതാണ്, ഈ നല്ല മനസ്സ് കണ്ടെത്തുന്ന സൂത്രം എന്താണെന്ന്. അപ്പൊ ഞാൻ അവരോട് പങ്കുവെച്ചത്, വളരെ ലളിതമായി പങ്കുവെച്ചത് ഇതാണ്: മറ്റുള്ളവർക്ക് നേട്ടമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ, അവരുടെ മുമ്പിൽ നിന്നല്ല, അറിയാതെ സന്തോഷിക്കണം. തിരുവനന്തപുരത്തുള്ള എൻ്റെ സുഹൃത്ത് വിൻസെന്റ് എന്ന അധ്യാപകന് സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക പുരസ്കാരം കിട്ടുമ്പോൾ ഇവിടെ കോഴിക്കോട്ട് നിന്ന് എൻ്റെ മനസ്സ് സന്തോഷിക്കണം. അതുപോലെ കാസർഗോഡുള്ള എൻ്റെ ഒരു സുഹൃത്തിന്റെ കട റെയ്ഡ് ചെയ്ത് അത് കൂട്ടിച്ചപ്പോൾ, ഒരു ബിസിനസ് സാമ്രാജ്യം കൂട്ടിച്ചപ്പോൾ, അദ്ദേഹത്തെ വഴിയാധാരമാക്കിയപ്പോൾ അദ്ദേഹവുമായി യാതൊരു ബിസിനസ് ബന്ധവുമില്ലാത്ത എനിക്ക് ദുഃഖമുണ്ടാകണം, വിഷമമുണ്ടാകണം. അപ്പോൾ നമ്മൾ നല്ല മനസ്സിന്റെ ഉടമകളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്ക് സ്വപ്നങ്ങൾ കാണണം. പഴയ രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൽ കലാം പറയുന്നത് പോലെ നമ്മൾ ധാരാളം സ്വപ്നങ്ങൾ കാണണം. വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം, ചെറിയ സ്വപ്നങ്ങളല്ല, വലിയ സ്വപ്നങ്ങൾ. ആരോ പറയാറുണ്ട്, സ്വപ്നങ്ങൾക്ക് എന്തിനാണ് അർദ്ധരാജ്യം. അപ്പൊ സ്വപ്നങ്ങൾ കാണുമ്പോൾ വളരെ വളരെ വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം. പക്ഷെ ആ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ 1 നിന്നും 10 സ്വപ്നം കാണാം, പക്ഷെ 1 നിന്നും 10 ഒരു ചാട്ടമല്ല. 1 നിന്നും 10 ചാട്ടം 8 9 ചാട്ടം ചാടിയിട്ടാണ് 10 അപ്പൊ ആ രീതിയിൽ പടിപടിയായി ഉയർന്നു പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷെ നമ്മൾക്ക് നിരാശ, പെട്ടെന്ന് ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ, ഒരു പരാജയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച വിജയം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ നിരാശരായി വീണുപോകും. എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമുക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവില്ല. നമ്മൾ ഭൂമിയിലേക്ക് നോക്കി നടക്കുക, ആകാശത്തേക്ക് നോക്കി നടക്കാതിരിക്കുക. അപ്പൊ നമുക്ക് നിരാശ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വിജയത്തിലേക്ക് എളുപ്പം കുതിക്കാൻ കഴിയും. ഒരു കാര്യവും ഒരാളെയും നിസ്സാരമായി കാണരുത്, ഒന്നും നിസ്സാരമായി കാണരുത്. ഞാൻ പതിവായി ഉപയോഗിക്കുന്ന ഒരു വാച്ചുണ്ട്, എന്റെ കയ്യിൽ കിട്ടുന്ന വാച്ച്. പുറത്തു പോകുമ്പോ ഈ വാച്ച് കിട്ടാതെ ഞാൻ പോകാറില്ല. പക്ഷേ വളരെ വർഷങ്ങളായി ഈ വാച്ച് നിന്ന് കിടക്കുകയാണ്. ഈ നിന്ന് കിടക്കുന്ന വാച്ച് പോലും നിസ്സാരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാനിത് കെട്ടിപ്പോകാറുണ്ട്. ഇപ്പൊ സമയം നോക്കാനല്ലല്ലോ നമ്മൾ വാച്ച് കിട്ടുന്നത്. കാരണം സമയം നോക്കാൻ വേറെയും മാർഗങ്ങൾ ധാരാളം ഉണ്ടല്ലോ. അപ്പോ
ഈ വാച്ച് പോലും നിസ്സാരമല്ല എന്ന ചിന്തയാണ് എന്നെ ഈ വാച്ച് കെട്ടാൻ പ്രേരിപ്പിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ ശീലിച്ചു വന്നൊരു ശീലം, ഈ കേടായി കിടക്കുന്ന വാച്ച്, ഈ വാച്ച് പോലും ദിവസം 2 നേരം ശരിയായ സമയം കാണിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നും നിസ്സാരമല്ല, ആരും നിസ്സാരരല്ല, ആരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എല്ലാവർക്കും അവരുടേതായ ധാരാളം കഴിവുകളുണ്ടാകും. അപ്പോ ആ ഒരു പരസ്പര ധാരണയോടും ബഹുമാനത്തോടും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയും. നമ്മുടെ മനസ്സ് ഒരാളുടെ വീഴ്ചയെക്കുറിച്ച് അത് പറയാനുള്ള ഒരു ത്വര നമുക്കുണ്ട്. ഇപ്പൊ അയൽപക്കത്തിലുള്ള നമ്മൾ പരസ്പരം വീട്ടിൽ നിന്ന് പറയാറുള്ളത്, ഇപ്പൊ നമ്മൾ മറ്റുള്ളവരെ നോക്കി നമ്മളെ വിലയിരുത്തരുത്, മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ നോക്കി, മറ്റുള്ളവരുടെ ഭാര്യമാരെ നോക്കി നമ്മൾ വിലയിരുത്തരുത്. നമുക്ക് കിട്ടിയതാണ് ഏറ്റവും സമ്പന്നമായത്, നമുക്ക് കിട്ടിയതാണ് ഏറ്റവും മികച്ചത് എന്ന് ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോകണം. അപ്പൊ നമ്മുടെ മനസ്സിന് യാതൊരു കലുഷ്യവും ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനും ദുഃഖത്തിൽ വേദനിക്കാനും കഴിയുന്ന നമ്മുടെ മനസ്സ്, ആ മനസ്സുകൾക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സായി മാറാൻ കഴിയും. പിന്നെ നമ്മൾ നന്നായി വായിക്കുക. വായന നമ്മൾ ഒരുപാട് നമ്മുടെ മനഃശക്തി വർദ്ധിപ്പിക്കും. റാഷിദിന്റെ ഈ 777 ദിവസത്തിനിടയിൽ റാഷിദ് സാഹിബ് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, പറഞ്ഞില്ലെങ്കിലും പുസ്തകം വായിക്കുമ്പോൾ അത് നമുക്ക് ധാരാളം വിവരം തരും, നമുക്ക് ധാരാളം ശക്തി തരും. അതൊരു വലിയ ശക്തിയാണ്. അപ്പൊ ഈ പുസ്തകം എന്ന് പറയാൻ നമ്മൾ പറയാറുണ്ട്, പുസ്തകം എന്ന് പറയുന്നത് കണ്ണുപോലെയാണ്. അത് തുറന്നു വെച്ചാൽ വെളിച്ചമാണ്, അടച്ചാൽ ഇരുട്ടാണ്. അപ്പോൾ പുസ്തകം തുറന്നു വെച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. പിന്നെ ഒരു കാര്യം, നമ്മൾ വിദ്യാഭ്യാസമുള്ളവരെ വല്ലാതെ ആചരിക്കാറുണ്ട്. വിദ്യാഭ്യാസം ഇല്ലാത്തവരെ നമ്മൾ ചിലപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുമുണ്ട്. നമ്മൾ വളരെ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസവും വിവരവും ഒന്നാണ് എന്ന് നമ്മൾ ചിരിക്കരുത്. വിദ്യാഭ്യാസവും വിവരവും രണ്ടാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ടാകാം. ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ കസവ് നൂലുകൾ പേരിനോടൊപ്പം ചേർക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകാം. പക്ഷെ അവർക്ക് ഈ വിദ്യാസമ്പന്നരായ ആളുകളെക്കാൾ, 4 PG ഉള്ള ആളുകളെക്കാൾ കൂടുതൽ വിവരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് ലോകപരിചയമുണ്ട്. പണ്ട് സീതി ഹാജി പറയാറുണ്ടായിരുന്നു, ഞാൻ LP ആണ്, എനിക്ക് LP എന്ന് പറഞ്ഞാൽ വെറും 4ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നാണ് ആളുകൾ പറഞ്ഞത്. പറഞ്ഞു, അല്ല, എനിക്ക് ലോകപരിചയമാണ് എന്റെ അറിവ്, എന്റെ ബിരുദം എന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ വിദ്യാഭ്യാസം, അതുപോലെ നായനാര്, AK നായനാർ, കേരളം കണ്ട നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളായ നായനാർ, അദ്ദേഹം പറയാറുള്ളത്, അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, വലിയ വിവരം ഉണ്ടായിരുന്നു, അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ ചെയ്തു. ഇപ്പൊ എനിക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നിരുന്നു, ഞാനത് ഇടയ്ക്കൊന്ന് ശ്രദ്ധ മാറിയത് അതാണ്. അത് നിങ്ങളിൽപ്പെട്ട ആരോ ആണ് അയച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ പത്രപ്രവർത്തനത്തിലെ അനുഭവങ്ങൾ പറയണമെന്ന്. അത് 50 വർഷത്തെ പരിചയമാണുള്ളത് പത്രപ്രവർത്തനത്തിലുള്ളത്. നമ്മുടെ ഇവിടുത്തെ വിഷയം അതല്ലാത്ത, അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു സെഷനിൽ വേണമെങ്കിൽ നമുക്ക് അത് മാത്രം പറയാം. ഇവിടുത്തെ വിഷയം അതല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് എന്റെ പത്രപ്രവർത്തന ജീവിതത്തിലേക്ക് വരാത്തത്. അത് 1976 മുതൽ ഉള്ള പത്രപ്രവർത്തന ജീവിതം ഇപ്പൊ 50 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ മാർച്ചിൽ ഞാൻ 1/2 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു പത്രപ്രവർത്തനത്തിൽ. ഇവിടെ അതിനു മുമ്പ് ഒരു മെസ്സേജ് വന്നിരുന്നു, പിന്നെ അച്യുതമേനോനെ കുറിച്ച് എഴുതിയ പുസ്തകത്തെ കുറിച്ച് ഒരാളുടെ ഒരു മെസ്സേജ് അയച്ചു. അച്യുതമേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ കേരളത്തിൽ ഇതുവരെ വന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ആദ്യത്തെ മുഖ്യമന്ത്രി. 2ാമത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയുന്നവര് ഒന്ന് ഇടപെടാവോ എന്നത്? കാരണം ഇത് റേഡിയോ പോലെയല്ല, ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പറയാൻ നിങ്ങൾ കേൾക്കുന്നതിന് പകരം ഒന്ന് നിങ്ങൾ പറയാമോ? ആദ്യത്തെ മുഖ്യമന്ത്രി 1957 വന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. 2ാമത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇടപെടൂ, അല്ലെങ്കിൽ കൈവക്കൂ. ഓ, കേരളത്തിന്റെ രണ്ടാമത്തെ അല്ല ആർ ശങ്കർ 3ാമത്തെ മുഖ്യമന്ത്രിയാണ്. പട്ടത്തണപിള്ള. ഇതിപ്പോ ഞാൻ ഈ പല സ്ഥലത്തും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും പറയാറുള്ളത്, ഇവിടെ ആരോ പറഞ്ഞതുപോലെ ആർ ശങ്കർ എന്ന് പറയും. അപ്പൊ 2ാമത്തെ മുഖ്യമന്ത്രി ആർ ശങ്കർ ആയിരുന്നില്ല, പട്ടത്തണപിള്ളയായിരുന്നു. കേരളത്തിൽ പിന്നെ 59 നടന്ന തെരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുകയും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായ പട്ടത്തണപിള്ളയെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു. അദ്ദേഹമായിരുന്നു 2ാമത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിനെ പിന്നെ ഗവർണറാക്കി അയച്ച ശേഷമാണ് ആർ ശങ്കർ മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോ പിന്നെ നമ്മുടെ 2ാമത്തെ മുഖ്യമന്ത്രി പട്ടത്തണപിള്ളയായിരുന്നു. ഞാനിപ്പോ പട്ടത്തണപിള്ളയെ കുറിച്ച് പറയാനുണ്ടായിരുന്നു, കാരണം നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? അച്യുതമേനോനെ കുറിച്ച് സംസാരിക്കാമോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന്. അതെ, ഈ EMS മുതൽ
ഇപ്പോഴത്തെ വി ഡി സതീശൻ വരെയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായി ഞാൻ എന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് സി അച്യുതമേനോനെയാണ്. അദ്ദേഹം ഒരു വലിയ അത്ഭുതമായി എനിക്ക് തോന്നിയിട്ടുള്ള ആളാണ് അച്യുതമേനോൻ. അദ്ദേഹം ഇവിടെ വലിയ ചർച്ച നടന്നത് ഒരു മാസം മുമ്പ് നടന്ന വലിയ ചർച്ച MLA-മാരല്ലാത്ത ആളുകളെ മുഖ്യമന്ത്രിമാരാക്കിയ പാരമ്പര്യം നമുക്കുണ്ടല്ലോ എന്നൊക്കെ ഉള്ള വലിയ ചർച്ച നടന്നിരുന്നല്ലോ. അപ്പൊ അതിൽ ആദ്യത്തെ ആള് സി അച്യുതമേനോനാണ്. ഇവിടെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായപ്പോ കേരളത്തിൽ ഒരുപാട് നേതാക്കളുള്ള സാഹചര്യം, മുഖ്യമന്ത്രിമാരാകാൻ കഴിയുന്ന 1 ഡസനിലേറെ നേതാക്കന്മാർ കേരളത്തിലുള്ളപ്പോഴാണ് ഡൽഹിയിൽ നിന്ന് രാജ്യസഭാംഗമായ അച്യുതമേനോനെ കേരളത്തിലേക്ക് വരുത്തുന്നത്. അദ്ദേഹം വന്നിറങ്ങിയപ്പോ പത്രക്കാരൻ ചോദിച്ചു, അങ്ങ് എന്തിനാണ് വന്നത് എന്ന്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, എന്നോട് ബാഫക്കി തങ്ങൾ വരാൻ പറഞ്ഞു, ഇവിടെ ഐക്യമുന്നണിയുടെ യോഗം നടന്നിട്ട് ബാഫക്കി തങ്ങൾ അടിയന്തരമായി വരാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, കേരളത്തിലെ മുഖ്യമന്ത്രിയെ അധികാരമേൽക്കണം. ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്. കാരണം എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ അച്യുതമേനോൻ ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. ഞാനത് ആ ഭാഗത്തേക്ക് പോകില്ല. അപ്പൊ കേരളം കണ്ട ഏറ്റവും നല്ല, അതിനുശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടത്തി വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം അധികാരത്തിൽ വന്നു. അടിയന്തരാവസ്ഥയുടെ സമയത്ത് പോലും അദ്ദേഹമായതുകൊണ്ട് മാത്രമാണ്, അദ്ദേഹത്തിന്റെ മനോശക്തി കൊണ്ട് മാത്രമാണ് ഇവിടെ അദ്ദേഹത്തിന് തിളങ്ങി നിൽക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതും ഈ മനോശക്തിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്നല്ലേ പറയുന്നത്. അപ്പൊ അച്യുതമേനോനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി എന്നതിലാണ് അച്യുതമേനോന്റെ ഒരു ഹ്രസ്വമായ ജീവചരിത്രവും ഞാൻ എഴുതിയത്. ഇതിവിടെ ആരോ ചോദിച്ചപ്പോ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ നമ്മൾ എല്ലാ രംഗത്തെയും പ്രതിഭകളെ കണ്ടെത്തുകയും അവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുക. ധാരാളം വായിക്കുമ്പോൾ നമുക്ക് എല്ലാ രംഗത്തും എല്ലാ കാര്യത്തിലും നമുക്ക് വിവരമുണ്ടാകും. പിന്നെ ഒരു എന്റെ മാധ്യമപ്രവർത്തനത്തിലെ അനുഭവങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല. ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട്, മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ സമ്മേളനം നടക്കുകയായിരുന്നു. എനിക്ക് ആദ്യത്തെ ഒരു സമ്മാനം കിട്ടിയതും കൊൽക്കത്തയിൽ നടന്ന ഒരു മാധ്യമപ്രവർത്തകരുടെ സംഗമത്തിൽ വെച്ചായിരുന്നു. അത് 1990-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് കൊൽക്കത്തയിൽ വെച്ച് മാധ്യമപ്രവർത്തകരുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഒരു ക്വിസ് മത്സരത്തിൽ ക്വിസ് മാസ്റ്റർ ചോദിച്ചു, ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത് ആർക്കാണ് എന്ന്. ഓരോരുത്തരോട് അങ്ങനെ ചോദിക്കുകയാണ്, ആരും ഉത്തരം പറയുന്നില്ല. അപ്പൊ ചോദ്യം വന്നാൽ നമ്മൾ സാധാരണഗതിയിൽ, എൻ്റെ അടുത്തേക്ക് ചോദ്യം വന്നു, എനിക്കറിയില്ല, ഉത്തരം അറിയില്ല. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള ഒരു കാര്യമുണ്ടല്ലോ, എന്താ പറയാ, അറിയില്ലെങ്കിൽ നമ്മൾ പറയും, അടുത്ത ആളിലേക്ക് പോകാൻ പറയൂലേ, പാസ് എന്ന് പറയും. എന്നോട് ചോദിച്ച ആളോട് ഞാൻ പറഞ്ഞു പാസ് എന്ന്. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, കറക്റ്റ് ആൻസർ, ഒക്ടോവിയ പാസ്. ആ വർഷത്തെ ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് ഒക്ടോവിയ പാസ് എന്ന ഒരു കവിക്കായിരുന്നു, ഒരു പേർഷ്യൻ കവിക്കായിരുന്നു. അപ്പൊ ഒക്ടോവിയ പാസിനാണ് അത് കിട്ടിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പാസ് എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ ജയിച്ചു പോയി. അങ്ങനെ അവിചാരിതമായി കിട്ടിയ സമ്മാനമാണ് ആദ്യത്തെ എൻ്റെ സമ്മാനം. അതുപോലെ ഒരു സമ്മേളനത്തിൽ, സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു നുണപറയൽ മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പത്രപ്രവർത്തകരുടെ ഒരു നുണപറയൽ മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അത് നടത്താൻ പോകുമ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്നുകൊണ്ട് അതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഇത്തരം മത്സരങ്ങൾ ശരിയല്ല, ഇത് തെറ്റായ ഒരു സന്ദേശം, തെറ്റായ ഒരു മെസ്സേജ് നൽകും. അതുകൊണ്ട് തന്നെ അത് പുതിയ തലമുറക്ക് തെറ്റായ മെസ്സേജ് നൽകും. അതുകൊണ്ട് തന്നെ ഞാൻ നുണ പറയാറില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷെ എൻ്റെ നിർദ്ദേശം ഏകകണ്ഠമായി തള്ളിപ്പോയി. മത്സരം നടന്നു, പക്ഷെ സമ്മാനം കിട്ടിയത് എനിക്കായിരുന്നു. അപ്പൊ ഞാൻ നുണ പറയാറില്ല എന്നൊരു വാചകം കൂടി ഞാൻ അതിനിടയിൽ പറഞ്ഞുകൊണ്ടാവാം സമ്മാനം കിട്ടിയത് എനിക്കായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ അനുഭവങ്ങൾ, ധാരാളമായ അനുഭവങ്ങൾ പറയാനുണ്ട്. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി, അത് ഇന്നത്തെ പല മുഖ്യമന്ത്രിമാരെയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നിങ്ങൾ കണ്ടു കാണും, അല്ലെങ്കിൽ അവരുടെ രീതികൾ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കി കാണും. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ പത്രക്കാർ, ഇന്നത്തെ മാതിരി TV ചാനലുകളും ബഹളമൊന്നുമില്ല, പത്രക്കാരൊക്കെ അദ്ദേഹത്തിന് പുറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ധൃതിപ്പെട്ട് വിളിച്ച് റെഡിയായി പുറത്തേക്ക് വന്നപ്പോ പത്രക്കാരൻ അദ്ദേഹത്തെ വളഞ്ഞപ്പോ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്താണ് ബഹുമാനപ്പെട്ട CH, അങ്ങ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോൾ അങ്ങ് ഷേവ് ചെയ്ത് ശരിയായില്ലല്ലോ, അങ്ങയുടെ മീശയ്ക്ക് രണ്ട് വലിപ്പമാണല്ലോ എന്ന്, ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം വലുതുമാണല്ലോ എന്ന് പറയുണ്ടായി. അപ്പൊ ഉടനെ അദ്ദേഹം പറഞ്ഞു,
നിങ്ങൾ പത്രക്കാരൊക്കെ, നിങ്ങളൊക്കെ പത്രപ്രവർത്തനം തുടങ്ങിയാൽ ഇതൊക്കെ ഞാൻ തനിച്ച് ചെയ്യേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു. പത്രക്കാരുടെ മുഖത്തൊക്കെ ബാർബർ എന്ന് പറഞ്ഞതിന് തുല്യമല്ലേ അത്? പക്ഷെ ഇന്നാണ് അത് പറയുന്നതെങ്കിൽ, ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് അത് പറയുന്നതെങ്കിൽ നാട്ടിൽ വലിയ കോലാഹലം ഉണ്ടാകും. പക്ഷെ അന്ന് കോലാഹലം ഉണ്ടായില്ല. അന്ന് പത്രക്കാരും സ്റ്റേറ്റിനെ പോലുള്ള മന്ത്രിമാരും നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം ഇത്രയും സുദൃഢമായിരുന്നു. അതുപോലെ തന്നെ നായനാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇ കെ നായനാരും മാധ്യമപ്രവർത്തകരും വലിയ സൗഹൃദമായിരുന്നു. ഒരു മാധ്യമപ്രവർത്തകനെ കേരളത്തിലെ ഏതെങ്കിലും മുഖ്യമന്ത്രി എടോ എന്ന് വിളിച്ച് നമ്മൾ കേട്ടിട്ടോ? അങ്ങനെ വിളിച്ചു കാണില്ല. അങ്ങനെ വിളിച്ച ഒരേ ഒരു മുഖ്യമന്ത്രി ഇ കെ നായനാരാണ്. ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ അതേക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, പറയില്ല. കാരണം അവർക്കൊക്കെ അറിയാം അത് ഇ കെ നായനാരാണ് പറയുന്നത് എന്നതുകൊണ്ട് തന്നെ അവർ പറയില്ല, പരാതി പറയില്ല. അപ്പൊ ആ രീതിയിൽ പിന്നെ സമയം ഒരുപാടായോ? സമയം ഇത്ര മിനിറ്റ് ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ അല്ലേ? നമുക്ക് 8 മണിക്ക് അവസാനിപ്പിക്കണ്ടേ? സാർക്ക് സംസാരിക്കാം. സംസാരിച്ചോളൂ. കൺക്ലൂഡ് ചെയ്തോട്ടെ അല്ലേ? സോറി, ഞാൻ ആരെങ്കിലും ഇടപെട്ടാൽ മതിയായിരുന്നു. അപ്പൊ ഈ ഒരു പരിപാടി, ഇതുപോലെയുള്ള ഒരു ഹൃദ്യമധുരമായ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഇന്ന് എന്റെ ദിവസമല്ല. ഈ ഒരാഴ്ചയെങ്കിലും എനിക്ക് ഇതിന്റെ എനർജി കിട്ടുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എല്ലാ മുഖങ്ങളിലും സന്തോഷം കാണുന്നു. ഇവിടെ കാണുന്ന എല്ലാ മുഖങ്ങളിലും, ഈ എന്റെ ഇതിൽ വരുന്ന മുമ്പിൽ വരുന്ന എല്ലാ മുഖങ്ങളിലും ഞാൻ നിറഞ്ഞ സന്തോഷം കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്റെ കത്തി കേട്ടുകൊണ്ടുള്ള സന്തോഷമല്ല എന്ന ബോധ്യവും എനിക്കുണ്ട്. റാഷിദിന്റെ ക്ലാസിന്റെ 772 വാർഷികം ആഘോഷിക്കുമ്പോൾ ഉള്ള സന്തോഷമാണ്. ആ സന്തോഷമാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ, ഈ കൂട്ടായ്മയിൽ ഇത്തിരി നേരമെങ്കിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ നല്ല മനസ്സിനൊക്കെ നല്ല ശക്തി നൽകി നമ്മുടെ മനസ്സ്. എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ മനസ്സ് എന്ന് പറയുന്നത് അത് തലച്ചോറിലാണ് എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ വിചാരിക്കുക തലച്ചോറിലല്ല, അത് ഹൃദയത്തിലാണോ? നല്ല മനസ്സിന്റെ ഉടമ എന്ന് പറയുന്നത് നല്ല ഹൃദയത്തിന്റെ ഉടമ എന്നാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പൊ റാഷിദിനെ പോലുള്ള ഇതിൽ അറിവുള്ള ആളുകളാണ് അതൊക്കെ പറഞ്ഞു തരേണ്ടത്. ഞാൻ കുറെ സൈക്കോളജിസ്റ്റുകളോടൊക്കെ ചോദിച്ചതാണ്, പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇങ്ങനെ തപ്പുകയാണ് മനസ്സെവിടെയെന്ന്. മനസ്സ് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോ നല്ല മനസ്സിന്റെ ഉടമകളായി, ആരോഗ്യ ഉള്ള മനസ്സിന്റെ ഉടമകളായി മാറാൻ നമുക്ക് കഴിയട്ടെ. അതിന് റാഷിദിനെ പോലുള്ള ആളുകൾ നടത്തുന്ന ഈ ഇത്തരം സംരംഭങ്ങൾക്ക് വലിയ അംഗീകാരം നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 777 ദിവസം, 2 വർഷമാണായത്. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതേ ആവേശത്തോടെ, ഇതേക്കാൾ ആവേശത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കൂട്ടായ്മയിൽ എന്റെ ഒരുപാട് ആളുകൾ, എന്റെ ബന്ധുമിത്രാദികൾ, എന്റെ സഹോദരി സഹോദരന്മാർ ധാരാളം ആളുകളുണ്ട്. അവരോടൊക്കെയുള്ള എന്റെ സ്നേഹം. നിങ്ങൾ പലരും, ചിലർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കാൻ കഴിഞ്ഞിട്ടില്ല സംസാരത്തിനിടയിലായതുകൊണ്ട്. മെസ്സേജ് അയക്കുന്നുണ്ട്, അയക്കാത്തവരുണ്ട്. എന്നാലും എല്ലാവരോടും വല്ലാത്തൊരു സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരിക്കലൂടെ എന്നെ ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട അനുജൻ സീബത്തുള്ളയോടുള്ള സ്നേഹവും രേഖപ്പെടുത്തുന്നു. സീബത്ത് ഇപ്പൊ എന്റെ കയ്യിൽ നിന്നൊക്കെ പോയി കുറച്ചു കാലമായി. അദ്ദേഹം മാധ്യമ പ്രവർത്തനത്തിൽ തുടങ്ങിയത് ഒരുപക്ഷെ നമ്മുടെ കൂടെയൊക്കെ ആണെങ്കിലും ഇപ്പൊ തിരുവനന്തപുരത്ത് ഞാൻ കഴിഞ്ഞ 2-3-4 മാസം മുമ്പ് തിരുവനന്തപുരത്ത് ചെന്നപ്പോ തിരുവനന്തപുരത്തെ പഴയ കുറെ മാധ്യമപ്രവർത്തകരുടെ സുഹൃത്തുക്കളുണ്ട്. അവരെക്കാൾ വലിയ സ്വാധീനമുള്ള ആളായി സീബത്ത് മാറിയിരിക്കുന്നു എന്നത് എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ് എന്നുകൂടി ഞാൻ അറിയിക്കുന്നു. ഒരിക്കലൂടെ റാഷിദിന് നന്മ നേരുന്നു. മജീദ് സാഹിബിന് സന്തോഷം അറിയിക്കുന്നു. മറ്റുള്ള ആളുകളൊക്കെ, ഇതിൽ നേരത്തെ പറഞ്ഞ കുറെ ആളുകൾ, എന്റെ പേര് പറഞ്ഞില്ല, അവരോടൊക്കെയുള്ള എന്റെ സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ ഞാൻ അറിയിക്കുന്നു. എല്ലാം എന്റെ ഹൃദയത്തിൽ കടപ്പാടോടെ സ്നേഹത്തോടെ സൂക്ഷിക്കും എന്ന് മാത്രം പറയുന്നു. ഞാൻ നിർത്തുന്നു. സന്തോഷം. More power to you. Thank you, sir. More power to you, sir. More power to you. More power to you. More power to you. More power, sir. More power to you. More power to you, sir. More power to you. More power to you. More power to you, sir. താങ്ക് യു സർ. മോർ പവർ ടു യു. അത് നമ്മുടെ സ്ലോഗൻ വളരെ അല്ലേ? ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണിന്ന്. അത്രയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള അനുഭവങ്ങളാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. മജീദ് അല്ല, മക്കുൽ മൈത്രി എന്നാണ് സാർ എന്റെ പേര്. അപ്പോ റാഷിദ് സാറ് ഒരു ഫ്യൂ വേർഡ്സ് പറയും. അതിനുശേഷം ഒഫീഷ്യലായിട്ട് നമ്മുടെ ചെയർമാൻ സെൻബിൻ സാറ്, അതുപോലെ എൻ കെ അബ്ദുൽ അസീസ് സാർ അറിയായിരിക്കാം. ഞങ്ങൾ പലപ്പോഴും ഒന്നിച്ച് പണ്ട് ചന്ദ്രയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ജ്യോതി മാം, 3 പേര് ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലി
ആശംസകളും ഇന്ററാക്ഷനും ചെയ്യും. അതിനുശേഷം ഫാത്തിമ സൂറ പോലെ പലരും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഏതാനും പേർക്ക് സംവദിക്കാം സാറുമായിട്ട്. റാഷിദ് സാർ പ്ലീസ്. വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സ്പീച്ചാണ് നവാസ് സാർ നമുക്ക് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും എടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വാക്ചാതുര്യം, അതേപോലെ അവതരിപ്പിക്കുന്ന രീതിയും ഒക്കെ ആളുകളെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഒരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല ഒരു മനസ്സിനൊരു ആനന്ദം നൽകുന്ന രീതിയിലുള്ള സംസാരമാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അദ്ദേഹം ധാരാളം ആളുകളുമായിട്ടുള്ള ഇടപഴകലുടെയും പത്രപ്രവർത്തന ജീവിതത്തിലൂടെയൊക്കെയുള്ള അനുഭവങ്ങളും മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവച്ചു. അപ്പോൾ എനിക്ക് ഈ സംസാരം നടക്കുന്ന സമയത്ത് മനസ്സിൽ വന്ന ഒരു ചിന്ത, അദ്ദേഹം ഈ മനഃശക്തിയെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പല നേട്ടങ്ങളും കൈവരിച്ച ഒരാളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. സമയക്കുറവ് മൂലം കൂടുതലായിട്ട് അദ്ദേഹത്തിന് ആ ഭാഗത്തിലോട്ട് പോകാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും അദ്ദേഹം നടത്തുന്നു, അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു. സാഹിത്യ രംഗത്തുള്ള ആളുകൾ അത്തരത്തിൽ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു പ്രതീതി നവാസ് സാറിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിന്റെ വിശാലതയും ആ വലുപ്പവുമാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കാൻ എടുത്തത് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം നമ്മളിൽ ഒരാളായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഹൃദയത്തിലുള്ള സന്തോഷവും അദ്ദേഹത്തിന്റെ ഇതിൽ പങ്കുചേരാൻ കഴിയാത്തുള്ള ദുഃഖമൊക്കെ നമുക്ക് പറയുന്ന സമയത്ത് അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മനസ്സിനെ കുറിച്ച് അദ്ദേഹം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. അപ്പൊ മനസ്സ് ശരീരം മുഴുവനാണ് എന്ന് പറയുന്ന പഠനങ്ങൾ നടക്കുന്നുണ്ട്, മനസ്സ് തലച്ചോറാണെന്നുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇപ്പോഴും ഒരു റിസർച്ച് സബ്ജക്റ്റ് ആയിട്ട് ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അതിന് ഉത്തരം മനുഷ്യർ തേടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ജസ്റ്റ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മാധ്യമ മേഖലയിൽ പോസിറ്റീവായിട്ടുള്ള വാർത്തകളെക്കാൾ കൂടുതൽ വാർത്തകൾ ആളുകൾ കൺസ്യൂം ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ്. അപ്പൊ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എഡിറ്റർമാരും ഇങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ നമുക്ക് സംവദിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ കൂടുതൽ നമുക്ക് പ്രചരിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? അതില് ഒരു സത്യമുണ്ട്, ആളുകൾക്ക് ഇഷ്ടം നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ്. ഇപ്പം ഈ ടിവികളിലൊക്കെ രാത്രിയില് ഈ ക്രൈം ന്യൂസസ് ആളുകൾ ലാസ്റ്റ് കേൾക്കുന്നത് 10 ആ സമയത്തൊക്കെ ക്രൈം ന്യൂസുകളാണ്. അത് കേട്ടോണ്ട് ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് ശരിക്കും അവരുടെ ഉപബോധ മനസ്സിലേക്ക് അത്തരം ന്യൂസുകൾ കയറി കൂടുകയും ക്രിമിനൽ വാസനകൾ ഉണ്ടാക്കി വരികയും ചെയ്യുന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ ഈ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ, പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരാലോചനയൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ സാറുമായിട്ട് സാന്ദർഭികമായിട്ടൊരു അവസരം കിട്ടിയപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. സാറിന്റെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നവാസ് സാറിന്റെ കരങ്ങളിൽ നിന്ന് മനഃശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്തുകൾ കൂടി ഇനിയും ധാരാളം വരട്ടെ എന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയാണ്. കാരണം സാറിന് അത്രയേറെ ആളുകളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശേഷി സാറിന്റെ വാക്കുകൾ കൊണ്ട് എഴുത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ മനഃശക്തിയെ കുറിച്ചും സാർ എഴുതണം എന്നുള്ളതും കൂടെ സാന്ദർഭികമായിട്ട് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് സാർ. ഞങ്ങൾ ഈ സെഷനിൽ വന്ന് ഹൃദയത്തോടൊപ്പം എന്നെ ഒരു അനുജനെ പോലെ സാർ പലതവണ എന്റെ പേര് ഉച്ചരിച്ചു. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ വാക്കിൽ നിന്ന് നിരവധി തവണ ആ പേരുച്ചരിച്ച് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നൽകി. ആ സന്തോഷം ഞാൻ എല്ലാവരുടെ മുമ്പാകെ പ്രകടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് നവാസ് സർ. ഈ ഒരു സമയം ഞങ്ങൾക്ക് ഇതിന് വളരെയേറെ സന്തോഷം. മോർ പവർ ടു യു സർ. വെൽക്കം റാഷി, വെൽക്കം. More power to you, Rashid sir. More power to you, more power. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇന്ററാക്ഷൻ ഒന്നിച്ച് സാറ് സംവദിക്കുമെന്ന് കരുതുകയാണ്. നമ്മുടെ ചെയർമാൻ സൈനുദ്ദീൻ സാർ പ്ലീസ്. വളരെ നന്ദി മകുൽ സാർ, എനിക്കൊരു അവസരം തന്നതിന്. വലിയ എഴുത്തിന്റെ ലോകത്തെ വലിയൊരു പ്രതിഭയാണ് നമുക്കിന്ന് രാവിലെ കേൾക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നമ്മള് എന്തോ ഒരു വലിയ ബഹറിന്റെ ഒരു ചെറിയ തിരക മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ അനുഭവങ്ങളിലേക്ക് മുഴുവൻ കടന്നു പോയിട്ടില്ല.
ശിവകുവ സാറടക്കം ഒരുപാട് ആളുകളെ വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ തൂലികയിൽ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടൊക്കെ ഈ എഴുതി തുടങ്ങുന്ന ആളുകൾ വലിയ വലിയ പ്രസിദ്ധീകരണങ്ങളൊന്നും രചനകൾ വരാൻ കഴിയാത്തപ്പോ ചന്ദ്രികയാണ് ആശ്രയിച്ചിരുന്നതെന്ന് കേട്ടിട്ടുണ്ട് പഴയ ആളുകൾ. അപ്പോ അവർക്കൊക്കെ ഒരു ആശ്രയമായിരുന്നു ചന്ദ്രിക എന്ന് പറയുന്നത്. അപ്പൊ അവിടെ തലപ്പത്തിരുന്നിരുന്ന നവാസ് സാറ് അങ്ങനെ എത്ര ആളുകൾക്ക് പ്രചോദനമായിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പറയാനുള്ള രസകരമായി പറഞ്ഞു തരാനുള്ള കഴിവ് അപാരമാണ്. 2 അവാർഡുകൾ കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞത് എപ്പോഴും നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നത് പ്രപഞ്ചശക്തി അദ്ദേഹത്തെ പിടിച്ചു നിർത്തുകയാണ് പലപ്പോഴും. നീ പോവല്ലേ, നീ എന്നെ ഇവിടെ വേണ്ടത് എന്നുള്ള രീതിയിൽ ഇടപെട്ട സന്ദർഭങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും അനുഗ്രഹീതനായ ഈ കലാകാരന് എല്ലാവിധ ഭാവുകങ്ങളും അറിയുന്നു. അതുകൊണ്ട് ഞാൻ സമയപരിമിതി കാരണം എന്റെ മൈക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ആള് പറഞ്ഞോട്ടെ. മക്കുൽ സാർ. രാവിലെ തന്നെ ഞങ്ങളുടെ സെഷനിൽ വന്നു വലിയ ആളുകളെ മാറ്റുന്ന വിധം നല്ല ഒരു നവാസ് സാഹിബ് ദീർഘകാലം എനിക്ക് പരിചയമുണ്ട്. നമുക്ക് നേരത്തെ ചന്ദ്രികയിലുണ്ടായിരുന്ന കാലം മുതൽ, അതിനുശേഷം സുപ്രഭാതത്തിലായിരുന്ന കാലം മുതൽ, അതും തുടങ്ങിയത് തന്നെ സുപ്രഭാതം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് പകരമാണ് അദ്ദേഹം സുപ്രഭാതം. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ, അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തെ കൂടി ചേർത്തുകൊണ്ട് പറഞ്ഞത് അത് വളരെ എത്ര ആളുകൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. വളരെ മനോഹരമായി അദ്ദേഹം അത് ആദ്യം തന്നെ തുടങ്ങി എന്നതാണ് എനിക്ക് വളരെ സന്തോഷകരമായി തോന്നിയത്. ഏതായിരുന്നാലും 777 ദിവസത്തിലേക്ക് പോകുന്ന ഈ സെഷനിൽ വളരെ വ്യത്യസ്തനായ ഒരാളെ എഴുത്തിന്റെ മേഖലയിൽ നിന്ന്, രാഷ്ട്രീയത്തിന്റെ മേഖലയിൽ നിന്ന്, പത്രപ്രവർത്തനത്തിന്റെ മേഖലയിൽ നിന്ന്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ടുള്ള വലിയ തോതിലുള്ള ബന്ധങ്ങൾ ഉള്ളയാളുടെ മേഖലയിൽ നിന്ന് ഒരാളിനെ കിട്ടി എന്നത് വളരെ സന്തോഷകരമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഏറെ പ്രചോദനകരമായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നവാസ് സാഹിബിനെ പോലെയുള്ള ആളുകൾ നമ്മോടൊപ്പം നമുക്ക് പിന്തുണയുമായി നമുക്ക് സഹകരണവുമായി ഭാവിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു വാചകമാണ് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. വളരെ സന്തോഷകരമാണ്. നവാസ് സാഹിബ്, താങ്കളെപ്പോലുള്ള ഒരാളെ രാവിലെ തന്നെ ഒരു സുപ്രഭാതം പറഞ്ഞുകൊണ്ട് ഞങ്ങളോടൊപ്പം കിട്ടി എന്നതിന്റെ സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. ഏതായിരുന്നാലും 2-3 മുഖ്യമന്ത്രിമാരുടെ രാഷ്ട്രീയ അനുഭവങ്ങൾ, അവർ നമ്മുടെ നാടിന് ചെയ്തിട്ടുള്ള സേവനങ്ങൾ, അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും രാഷ്ട്രീയ നേതൃത്വത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ നെഗറ്റീവായ ഒരു റിയാക്ഷനാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. പക്ഷെ അത്രത്തോളം നെഗറ്റീവ് അല്ല എന്നാണ് നവാസ് സാഹിബ് പറഞ്ഞു തന്നിട്ടുള്ളത്. വളരെ സന്തോഷകരമാണ്. പിന്നെ മറ്റൊരു കാര്യം, പൊതുവെ പത്രക്കാര് നെഗറ്റീവ് മാത്രം കാണുന്നു, പോസിറ്റീവായ കാര്യങ്ങൾ കാണുന്നില്ല എന്ന ഒരു വിമർശനാത്മകമായ ഒരു പ്രതികരണം ഇതിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു. അത് മാർക്കറ്റിങ്ങിന്റെ ഭാഗം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ല എങ്കിൽ നവാസ് സാഹിബ് അക്കാര്യത്തെ കുറിച്ച് മാത്രം 2 വാചകം പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാവും. താങ്ക് യു. ഓക്കെ, താങ്ക് യു NK അബ്ദുൽ അസീസ്. നവാസ് സാർ ഒന്നിച്ച് മറുപടി പറയുന്നു, അല്ലെങ്കിൽ? അതാണ് നല്ലത് സാർ. അടുത്ത ആളെ വിളിച്ചോളൂ. ഓക്കെ, ജ്യോതി മാം പ്ലീസ്. ഗുഡ് മോർണിംഗ്. ഈ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നുന്നു നവാസ് പാനൂർ സാറിനെ കിട്ടിയത് വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റിയ 2 മേഖലകളാണ് ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത്. അതായത് പത്രമാധ്യമങ്ങൾ. സാർ പറഞ്ഞ പോലെ നെഗറ്റീവ് ന്യൂസ് ആണ് ആൾക്കാർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ടാണ് അത് കൊടുക്കുന്നത് എന്ന ഒരു വിശ്വാസം എനിക്കില്ല.
കാരണം നമ്മൾ എന്ത് കൊടുക്കുന്നു അത് ആൾക്കാർ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഏറ്റുവാങ്ങി അതാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പം പത്രപ്രവർത്തകർക്ക് ശരിക്കും ഒരു നല്ലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മനുഷ്യ മനസ്സിനെ മോൾഡ് ചെയ്ത് അത് എങ്ങോട്ടേക്ക് നയിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പം അത് ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. പണ്ടുള്ള പത്രപ്രവർത്തകർ അതൊരു പിന്നെ ദൗത്യമായി എടുത്ത് അത് ചെയ്ത് വന്നിരുന്നു. പിന്നെ വളരെ ചെറിയൊരു സെക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ഞങ്ങൾ മഞ്ഞപത്രം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാ പത്രങ്ങളിലും സെൻസേഷണലിസം ഒരു ഭാഗമാണ്. അത് നമ്മളുടെ ഈ ഒരു കൂട്ടായ്മ NLP സെഷനായിട്ട് സാർ ഈ ക്ലാസ്സിൽ വന്ന് റാഷിദ് സാറിന്റെ ക്ലാസ് കേട്ട് എനിക്കൊന്ന് ഒരു നല്ലൊരു ഇന്ററാക്ഷൻ ആയിട്ട് ഒരു പുതിയൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും ഈ ഒരു ഇന്ററാക്ഷൻ എന്നുള്ളതും കൊണ്ട് തന്നെ സാർ ഈ ഒരു വേദിയിൽ തുടരണം എന്ന ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം സാറിൻ്റെ അടുത്തുനിന്നും റാഷിദ് സാറിൻ്റെ അടുത്തുനിന്നും റാഷിദ് സാർ കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട് മനസ്സിനെ കുറിച്ചിട്ടും മനുഷ്യ മനസ്സുകളെ കുറിച്ചിട്ടും. അപ്പം ഈ ഒരു 2 വേദികൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്തൊരു നല്ല ഭാവി നമ്മുടെ നാടിന് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. സാർ അത് മുൻകൈ എടുക്കണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സർ. മോർ പവർ ടു യു. താങ്ക് യു. മോർ പവർ ടു യു. ജ്യോതി മാം ഫ്രം എറണാകുളം. അപ്പോ പിന്നെ അടുത്തായിട്ട് റാഷിദ് സാർ ഒന്ന് ആങ്കർ ചെയ്യോ? ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. ഓക്കെ സർ. നവാസ് സാറിന് ഫാത്തിമത്ത് സൂറ പറഞ്ഞിരുന്നു അല്ലെ? ഗുഡ് മോർണിംഗ്. നവാസ് സാഹിബിന് എന്നെ അറിയുന്നു വിചാരിക്കുന്നു. ഞാൻ ഓട്ടീന്റെ വൈഫാണ്. പിന്നെ ഫറൂഖ് കോളേജിലെ പഴയ ഒരു കൊളീഗാണ്. അപ്പൊ ഞാനിപ്പോ ഒരു ചോദ്യം ചോദിക്കാനാണ്. ഞാൻ PT മുഹമ്മദിന്റെ മകളാണ്. ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്ന PT മുഹമ്മദ് സാറിന്റെ മോള്. അതെ. പിന്നെ എനിക്കൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അതായത് സാധാരണ ഇപ്പോഴത്തെ കുട്ടികള് നമ്മള് എഞ്ചിനീയർ പിന്നെ ഡോക്ടർ ഇതൊക്കെ ആക്കാനാണ് ശ്രമിക്കാറ്. അവർക്ക് അതിന് നമ്മൾ നിർബന്ധിക്കല്ല, അങ്ങനെ പറഞ്ഞു കൊടുക്കും അതാണ് ജോലിക്ക് സാധ്യത. അപ്പൊ എന്റെ പേരക്കുട്ടി അവന് +2 ദുബായിന്ന് കഴിഞ്ഞ ഉടനെ അവന് വിട്ടുകൊടുത്തു, നമ്മൾ എന്താ വേണ്ട വെച്ചാൽ ചെയ്തോളാൻ. അപ്പൊ അവൻ സെലക്ട് ചെയ്തത് ലോ എടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ജിൻഡാൽ കോളേജിൽ ലോ എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോനെ നീ വല്ലിപ്പാന്റെ പാത പിന്തുടരാനാണോ എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ വല്ലിപ്പാന്റെ പാതയിലേക്കൊന്നും ഞാൻ പോവില്ല, എനിക്ക് ജേർണലിസത്തിലേക്ക് പോകണം. അതിൻ്റെ തുടക്കം ഒരു ലോ ഡിഗ്രിയിൽ നിന്നായാൽ അതിന് കുറച്ചുകൂടി പെർഫെക്ഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഒരു വക്കീലാവാനോ പോകുന്നില്ല. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഒരു മികച്ച ന്യായാധിപന്റെ മകനായ നവാസ് സാഹിബ് എന്തുകൊണ്ടാണ് പത്രപ്രവർത്തനം ഒരു തൊഴിലും എന്താ പറയാ ഒരു എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള ഒരു ഇതാക്കിയെടുത്തതെന്നും കൂടി പറയണം. പിന്നെ എനിക്ക് ഒരു ഇത് കൂടി പറയാനുണ്ട്. ഈ റാഷിദ് സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടം പറഞ്ഞല്ലോ. ഞാൻ 1-2 ക്ലാസ്സുകളുടെ ലിങ്ക് നവാസ് സാഹിബിന് അയച്ചിരുന്നു. അതിലൊന്ന് ഞങ്ങളുടെ 555-ാം ദിവസത്തിന്റെ ലിയാന മർഫി വരുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ എനിക്ക് റിപ്ലൈ തന്നത് മോളാണോ, അത് ഫോട്ടോ കണ്ടിട്ടായിരിക്കും, മോളാണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ മോളല്ല എന്നുള്ള മറുപടി മാത്രം തന്നു. ഞാൻ വിശദീകരണം തന്നില്ല. അത് എൻ്റെ അടുത്ത് വന്നൊരു തെറ്റാണ്. കുഴപ്പമില്ല, ഞാൻ അയച്ചിരുന്നു. ഓക്കെ. അപ്പൊ എനിക്ക് റിപ്ലൈ തരണം. ഈ ലോ എന്താ പറയാ നിയമപഠനവും ജേർണലിസവും തമ്മിൽ എങ്ങനെങ്കിലും ബന്ധപ്പെടുന്നുണ്ടോ എന്നുള്ളത്. നവാസ് സർ മ്യൂട്ടാണ്. നവാസ് സർ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ശരിയാ, കേൾക്കുന്നുണ്ടോ? ശരി, കേൾക്കാം. ഓക്കെ. കഴിഞ്ഞോ? ഹലോ, എല്ലാവരുടെയും കഴിഞ്ഞു. 1-2 പേര് കൂടി നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓ, പ്രീതകുമാർ സാറ് എൻട്രേസ് ചെയ്തിട്ടുണ്ട്.
പ്രീതകുമാർ സർ സംസാരിക്കാനുണ്ട്. നമസ്കാരം ഓ, സർ. നമസ്കാരം സർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇന്നലെ ഈ പേര് നിർദ്ദേശിക്കുമ്പോൾ നിർദ്ദേശിച്ച വ്യക്തി പറഞ്ഞു ഒരു പ്രായമുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പേര് നിർദ്ദേശിച്ചത്. അപ്പൊ ഞാൻ ഓർത്ത് വയസ്സായ ആൾക്കാരെയൊക്കെയാണോ രാവിലത്തെ സെഷനൊക്കെ വന്നിട്ട് അത് എങ്ങനെയാവുമെന്ന്. സത്യത്തിൽ ഒന്നിനെയും വില കുറച്ച് കാണരുത് എന്നുള്ള സാറിന്റെ വാക്കുകൂടെ കേട്ടപ്പോൾ ഞാൻ ഏറെ പശ്ചാത്തപിക്കുകയാണ്. ഒന്നും നമ്മൾ വില കുറച്ച് കാണാൻ കഴിയില്ല. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ദിവസം ഞങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഈ ദിവസത്തെ ഞങ്ങളുടെ മനസ്സിൽ അടയാളപ്പെടുത്തിയത് നവാസ് സാറാണ്. ശരിക്കും മനുഷ്യ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദിവസം കടന്നു പോകുന്നത്. അത് സാറ് ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ എന്നും ഓർമ്മിക്കുന്ന തരത്തിലുള്ള നല്ല വാക്കുകളാണ് ഹൃദയത്തിലേക്ക് പകർന്നു തരുന്നത്. തീർച്ചയായും മാധ്യമ രംഗത്തുള്ള ഒരുപാട് അറിവുകൾ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ യാത്രയിൽ സാർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. താങ്ക് യു. മാഷും കൂടി ഉണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ്. അസ്സലാമലൈക്കും. ഇന്ന് ഇത് പ്രീതകുമാർ സാർ പറഞ്ഞ പോലെ വീണ് കിട്ടിയ ഒരു ഗസ്റ്റ് എന്ന് സാധാരണ പറയാറുണ്ട് പൊതുവെ. പക്ഷെ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെയാണ് ഒരു ദിവസത്തെ ഗ്യാപ്പ് നിന്നാണ് സാറെ കിട്ടുന്നത്. ഇത് നമുക്ക് അവസരങ്ങളൊക്കെ വരുന്നത് പോലെ പെട്ടെന്ന് ചില കിട്ടുന്നത് ഇതാണ് പോലെയാണ് സാറെ കിട്ടിയത്. ആരെ കിട്ടും എന്നുള്ള ഇങ്ങനെ ചിന്തയിൽ വരുന്നപ്പോ ഒരു സഹോദരി പറഞ്ഞു ഇങ്ങനെ നവാസ് സാറുണ്ട്, നവാസ് പൂനൂർ സാറിനെ ഞാൻ ചെറുപ്പത്തിലേ കാണാറുണ്ട്. എനിക്ക് നേരത്തെ അദ്ദേഹത്തെ എന്നെ അറിയില്ലെങ്കിലും ചന്ദ്രയിൽ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ പലപ്പോഴും അവിടെ ബന്ധപ്പെടുമ്പോ നേരത്തെ കാണാറുണ്ട്. അന്ന് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയേക്കാൾ ഉപരി ഒരു സാഹിത്യവുമായി ബന്ധപ്പെടുന്ന ഒരു മനസ്ഥിതിയുള്ള ഒരാള് എന്ന നിലക്കുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാരണം പത്രപ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഒതുങ്ങി നിൽക്കുന്ന ആ വരണ്ട ആ രൂപത്തിലേക്ക് പോകുന്നതിന് പകരം സർഗാത്മകമായ പ്രതിഭ കാണിച്ച അല്ലെ ഒരാള് എന്നുള്ള നിലക്ക് വളരെ ബഹുമാനത്തോടു കൂടി ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. അതില് മക്കുൽ സാറൊക്കെ പറഞ്ഞ ആ പ്രായത്തിലുള്ള ആളാണ് ഞാനും. അപ്പൊ നിങ്ങളെ ആരാധനയോടുകൂടി കണ്ടിരുന്ന പല മേഖലകളിലും എഴുതാൻ കഴിവുള്ള അത് പ്രകടിപ്പിച്ച ഒരാള്, അതിനുള്ള അതിനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതും അത്ര ഒരു പത്രത്തിൽ ഒതുങ്ങി നിൽക്കാതെ പല മേഖലകളിലേക്കും മമ്മൂട്ടിയെ പോലുള്ള ആളുകളെ പോലും നിരൂപണം ചെയ്യാനും അതേപോലെ തമാശയുള്ള പല സംഗതികളും ഇപ്പൊ CH-ന്റെ പറ്റിയുള്ള എഴുതാനൊക്കെ അതായത് പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഏതായാലും ശരി, ഇങ്ങനെയുള്ള ഒരു പ്രതിഭയെ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. മനഃശക്തി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മള് ഈ കാണുന്ന ആളുകൾക്കൊക്കെ നല്ല തിളക്കമുള്ള അല്ലെങ്കിൽ നല്ല മുഖങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് നേരെ തിരിച്ച് അങ്ങയോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ മുഖം നിങ്ങളെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ കാണാൻ കഴിഞ്ഞു. ഏതായാലും ആ നിലയിൽ ദീർഘകാലം ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നൊരു ആശംസയും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സാറിന് ഒരുപാട് സംഗതികൾ തുറന്നു. ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ബഹറിന്റെ ഒരു ചെറിയൊരു തുള്ളി മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി ഒരുപാട് അറിവുകൾ നമുക്ക് പകരാൻ സാധിക്കും എന്ന ഒരാളാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ഏതായാലും നന്മകൾ നേരുന്നു. താങ്ക് യു. മോർ പവർ ടു യു. ഇനി അവസാനമായിട്ട് റംല മാം കൂടി ഫ്യൂ വേർഡ്സ്, അതിനുശേഷം നമ്മുടെ ചീഫ് ഗസ്റ്റിന്റെ മറുപടി ഉണ്ടാവും. പ്ലീസ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ലൊരു സെഷൻ, ഇന്ന് രാവിലത്തെ നല്ലൊരു സെഷൻ, വളരെ എനർജറ്റിക് ആയി, ഒരുപാട് കാര്യങ്ങൾ നന്നായി മനസ്സിലായി. നല്ലൊരു സെഷനായിരുന്നു. പിന്നെ കുറെ കാര്യങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തതിന് എനിക്കും പറയേണ്ടത്. പിന്നെ വായിക്കുമ്പോൾ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞത് എനിക്ക് വളരെ വലിയൊരു കാര്യമായി തോന്നുന്നു. ഇപ്പം നമ്മളൊക്കെ സാധാരണ മലയാള സ്കൂളുകളായിരുന്നു പഠിച്ചിരുന്നെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന ലൈബ്രറികൾ ഉണ്ടായിരുന്നു. ഓരോ ബുക്ക് കിട്ടും. അത് ഞങ്ങൾ ഓരോരുത്തർ അവരവരുടെ കഴിഞ്ഞുള്ളവരതൊക്കെ വാങ്ങി വായിക്കും. അതൊരു വലിയൊരായിരുന്നു. അങ്ങനെ സെലക്റ്റീവ് ഒന്നും ആയിരുന്നില്ല, പക്ഷെ ഒരുപാട് വായിച്ചിരുന്നു. അതൊക്കെ വളരെ ഒരു ഫ്യൂച്ചറിൽ വളരെ നന്നായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യാണ്.
പിന്നെ സാറിന്റെ ഗിഫ്റ്റ് കിട്ടിയത് പറഞ്ഞ് വളരെ തമാശ തോന്നുന്നു. പാസ് പറഞ്ഞിട്ടായിരുന്നു സമ്മാനം കിട്ടിയത്. വളരെ അപ്പൊ ഓരോ നല്ല രീതിയിൽ ഷെയർ ചെയ്തു, നമുക്ക് വളരെ എനർജി കിട്ടി. പിന്നെ ഇപ്പൊ സാർ പിന്നെ ഷെയർ ചെയ്തത് റാഷി സാറിന്റെ ഫാദർ ആണ് എന്നും കൂടെ ഞാനോട് പറയട്ടെ. ഇപ്പൊ ഞാൻ ജസ്റ്റ് മുമ്പ് അഭിപ്രായം പറഞ്ഞത് റാഷി സാറിന്റെ ഫാദർ ആണ്. എങ്ങനെ മനസ്സിലായി? തൊട്ട് മുമ്പ് പറഞ്ഞോ? തൊട്ട് മുമ്പ് പറഞ്ഞത് റാഷി സാറിന്റെ ഫാദർ ആണ്. റാഷിന്റെ ഫാദർ ഇതിലുണ്ട്? ഞങ്ങളെല്ലാ വർക്ക്ഷോപ്പിലും വളരെ എനർജി, രാഷ്ട്രീയക്കാർക്കായി ചെറുപ്പമായിട്ട് എല്ലാ ആക്റ്റീവായിട്ട് കാണുമെന്ന് ഞങ്ങൾക്ക് എനർജി കിട്ടുന്ന ഒരാളാണ് കൂടെ ഞാനൊന്ന് സൂചിപ്പിച്ച. എന്തായാലും വളരെ നല്ല സെഷൻ, കണ്ടില്ല. നല്ല സെഷനായിരുന്നു. മാസ്റ്റർ. അപ്പൊ ഇനിയും നമുക്ക് ഇത്തരം ക്ലാസ്സുകൾ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനൊരു മലേഷ്യയിൽ ഇപ്പൊ ലാൻഡ് ചെയ്ത് ഒരു ഇവിടെ ലോബിയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഡിസ്റ്റർബൻസ് ഉണ്ടാവും സമയം. പക്ഷെ എനിക്ക് ഈ ക്ലാസ് മിസ്സാകുമെന്ന് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ സമയത്തിന് ഇവിടെ എത്തി, ഇവിടെ നെറ്റ് കണക്ഷനൊക്കെ കിട്ടി കേൾക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിരുന്നു. താങ്ക് യു സോ മച്ച്. സന്തോഷം. ഓക്കെ, താങ്ക് യു റംല മാം ഫ്രം മലേഷ്യ. ഓക്കെ, റാഷിദ് സാറ് നമ്മള് സാറിന്റെ ഊഴമ ആണല്ലോ ഇനി. അതെ ഇനി നവാസ് സംസാരിക്കും. മലേഷ്യയിൽ നിന്ന് പോലും ഒരു സഹോദരി ഇടപെട്ടു, അതിൽ വലിയ സന്തോഷം. പിന്നെ അപ്പൊ ഈ റാഷിദിന്റെ ക്ലാസ് കേൾക്കാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എന്റെ സിസ്റ്ററാണ് പറഞ്ഞത്. പിന്നെ വിളിച്ചു പറഞ്ഞു, റാഷിദിന്റെ ഇങ്ങനെ അവര് ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല, അടുക്കളയിൽ പണിയാണെങ്കിലും അവിടെ വെച്ചുകൊണ്ടാ കേൾക്കാന്ന്. നദീറ സിസ്റ്ററാണ്, അവര് പറഞ്ഞത്. അവര് എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. പക്ഷെ അവള് പോലും എന്നോട് പറഞ്ഞില്ല അങ്ങനെ സംഭവം കേൾക്കണമെന്ന്. പിന്നെ സുഹറ എനിക്ക് ലിങ്ക് അയച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ധാരാളം ലിങ്ക് വരുന്നില്ല. അപ്പൊ ഞാൻ അത്ര ഗൗരവിച്ചില്ല, അതിന്റെ ഒരു വീഴ്ചയാണത്. അപ്പൊ സുഹറക്ക് ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ കേൾക്കേണ്ടതാണെങ്കിലും അത്യാവശ്യം എടുക്ക് കേൾക്കാലോ. എല്ലാ ദിവസവും പറ്റുന്ന വരില്ല. പിന്നെ ഇന്ന് പെട്ടെന്ന് വന്നത് ഇനിയും സമയമുണ്ട്, സമയം തീർന്നിട്ടില്ല. ഇനി ഇടയ്ക്ക് വല്ലപ്പോഴും നല്ല ക്ലാസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി ഇടയ്ക്ക്. ഇത് പിന്നെ ഇന്ന് വന്നത് പിന്നെ സീബത്ത് പറഞ്ഞാൽ പിന്നെ എനിക്ക് തട്ടാൻ പറ്റില്ല. ഇന്നിപ്പോ മലപ്പുറം യാത്ര ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വൈകുന്നേരത്തേക്ക് മാറ്റി അവിടെ വിളിച്ച് പറഞ്ഞ് അറേഞ്ച് ചെയ്തതാ. അപ്പൊ ഈ യാത്രക്കിടയിൽ ഓൺലൈനിലാകുമ്പോൾ യാത്രക്കിടയിലാവാന്ന് വിചാരിച്ചു. പക്ഷെ ഇത് എനിക്ക് തൃപ്തി കിട്ടൂല. അപ്പൊ വൈഫാ പറഞ്ഞത് യാത്രക്കിടയിൽ വൃത്തിയാവില്ല, ഇവിടെ ഇരുന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് മലപ്പുറം യാത്ര ഞാൻ സീബത്തിനോട് പറഞ്ഞു, യാത്രക്കിടയിലാവാൻ പ്രശ്നമൊന്നുമില്ലല്ലോ, ഓൺലൈൻ അല്ലേ എന്ന് പറഞ്ഞു. അപ്പം പോകാതിരുന്നത് നന്നായും തോന്നി. പിന്നെ ഞാൻ സമയം എടുക്കുന്നില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞ് നല്ല വാക്കുകൾക്ക് നന്ദി. ഈ നല്ല വാക്കുകളല്ല, കുറച്ച് വിമർശനമൊക്കെ വന്നാലേ ഇത് നമുക്ക് മറുപടി പറയാൻ ഒരു ഉഷാറുണ്ടാവായി. അപ്പൊ ഈ നല്ല വാക്കുകൾ പറഞ്ഞപ്പോ ഒരു നന്ദിയിൽ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൽ അങ്ങ് ഒതുക്കണ്ടേ. പിന്നെ ആരോ പ്രായത്തെ പറ്റി പറഞ്ഞു, ഈ പ്രായമുള്ള ആളാണ് വരുന്നതെന്ന് പറഞ്ഞു എന്ന്. അപ്പൊ പ്രായമുള്ള ആളെന്ന് പറഞ്ഞാൽ ഇപ്പൊ 17 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പ്രായമല്ലല്ലോ. ഈ അറബി എഴുതുമ്പോൾ 17 എഴുതിയാല് ഉള്ള വയസ്സാണ്. അപ്പൊ വയസ്സ് കുറച്ചായി. കുറെ 50 കൊല്ലത്തെ എക്സ്പീരിയൻസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാലോ. 50 കൊല്ലത്തെ പരിചയം എന്ന് പറയുമ്പോൾ തന്നെ പ്രായം ഏതാണ്ട് കണക്ക് കൂട്ടാം. പിന്നെ ഈ നെഗറ്റീവ് വാർത്തയിലാണ് നമ്മൾ തുടങ്ങിയത്. നെഗറ്റീവ് വാർത്തകളിലാണ് കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് വാർത്തകൾ കൂടുതൽ വരുന്നത് പത്രങ്ങളൊക്കെ എന്നുള്ളത്. അപ്പൊ രണ്ട് കാര്യമുണ്ട്, ഞാൻ വളരെ വളരെ സംക്ഷിപ്തമായി പറയാം, നല്ല എല്ലാം പരാമർശിക്കാൻ പറ്റും. ഈ നെഗറ്റീവ് വാർത്തകൾ വരാനുള്ള കാരണം എന്താ, ഒന്ന് നിങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇത് ബിസിനസ് ആണല്ലോ. രണ്ടാമത്തേത്, ലോകത്ത് പത്രങ്ങളാണ് ഈ പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാൾ ചെറിയ വിലക്ക് വിൽക്കുന്ന ഒരു സാധനം. അത് ഒരു ഹെലികോപ്റ്റർ മുതൽ ഒരു മുട്ടുസൂചി വരെ എല്ലാ സാധനവും പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാൾ വില കൂട്ടിയാണല്ലോ വിൽക്കുക. അതാണല്ലോ കച്ചവടം, ബിസിനസ് അതാണല്ലോ. പക്ഷേ പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാൾ ചെറിയ വിലക്ക് വിൽക്കുന്ന ഒരേ ഒരു സാധനമേ ലോകത്തുള്ളൂ, അത് പത്രങ്ങളാണ്. അപ്പൊ ഒരു പത്രം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10-12 റുപ്യ 15 റുപ്യ ചെലവ് വരും. പക്ഷെ ഒരു പത്രം നമ്മൾ 10 റുപ്യക്ക് വിറ്റാൽ അത് പത്രത്തിന് കിട്ടുക 6-6.5 റുപ്യ കിട്ടുക. അപ്പോ പകുതിയിലേറെ നഷ്ടമാണ്. അപ്പൊ ആ നഷ്ടം നികത്തേണ്ടത് പരസ്യത്തിലൂടെയാണ്. അങ്ങനെ പരസ്യം കിട്ടണമെങ്കിൽ പിന്നെ ഇതല്ലാതെ വേറെ മാർഗമില്ല. കാരണം ആളുകൾക്ക് താല്പര്യം, നിങ്ങൾ പറഞ്ഞു ആളുകൾക്ക് താല്പര്യം നെഗറ്റീവ് വാർത്തകളോടാണെന്നുണ്ട്. അപ്പൊ പോസിറ്റീവ് നല്ല കാര്യങ്ങൾ പറയും. ഇപ്പൊ വാർത്ത അറിയാനല്ല, നേരത്തെ പിന്നെ ആരോ പറഞ്ഞു പത്രങ്ങൾ പണ്ടൊക്കെ പത്രങ്ങളിൽ വരുന്നത് ഈ നെഗറ്റീവ് വാർത്തകൾ മാത്രമല്ല, മറ്റേ വാർത്ത നല്ല വാർത്തകൾ വന്നാലും ജനം അത് പിന്നെ വിശുദ്ധവാക്യം പോലെ സ്വീകരിക്കുന്നൊക്കെ ആരോ പറഞ്ഞല്ലോ. അത് പണ്ടങ്ങനെയായിരുന്നു. നമ്മളൊക്കെ ഈ പത്രം പ്രവർത്തനം തുടങ്ങിയ സമയത്ത് 1970-കളിലൊക്കെ പത്രത്തിൽ വരുന്നത് ഒരു മാജിക് ബുള്ളറ്റുകൾ പോലെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് അടിച്ചു കയറും. അത് സത്യമാണ്. ഒരു വിശുദ്ധ ഖുർആനിൽ വരുന്നത് പോലെ, ബൈബിളിൽ വരുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റു വേദഗ്രന്ഥങ്ങളിൽ വരുന്നത് പോലെ അത് വളരെ എന്താ പറയാ, ആ രീതിയിലുള്ള ഒരു സംഭവമാണ്. പത്രത്തിൽ വന്നാലേ തെറ്റല്ല എന്നുള്ളൊരു വിശ്വാസം പണ്ടുണ്ടായിരുന്നു.
പണ്ട് ഒരു പത്രം വായിച്ചാൽ ലോകത്തെ സർവമാന വർത്തമാനങ്ങളും അറിയാമായിരുന്നു. ഇന്ന് ഞാൻ 7 പത്രം വായിക്കുന്നുണ്ട്. ഇന്നൊരു 10 പത്രം വായിച്ചാലും ലോകത്തെ വർത്തമാനങ്ങൾ മുഴുവൻ അറിയില്ല. പക്ഷേ വർത്തമാനങ്ങൾ നമ്മൾ അല്ലാതെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ രാത്രി കിടക്കുന്നത് 10 മണിക്കോ 12 മണിക്കോ 11 മണിക്കോ 10 മണിക്കോ എപ്പായാലും ആ രീതി. അപ്പോൾ ആ സമയത്ത് നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോ വാർത്തയുടെ സ്ക്രോളിംഗ് കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ കിടക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ രാവിലേക്ക് ഒരു 4-5 മണിക്കൂറിനിടയിൽ എന്ത് അത്ഭുതം ഉണ്ടാവുക? സാധാരണ ഇതിലൊന്നും സംഭവിക്കാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു വണ്ടിക്കാരൻ വന്ന് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതെന്ന ഒരു കാര്യം. പിന്നെ മാർക്കറ്റിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ അറിയാം. മാർക്കറ്റിങ്ങിന്റെ ആരോ സൂചിപ്പിച്ചു. കാരണം മാർക്കറ്റിംഗുകാരാണ് ഇപ്പൊ സംഗതി നിയന്ത്രിക്കുന്നത്, പത്രാധിപന്മാരല്ല. മാർക്കറ്റിംഗുകാരുടെ ഒരു ശല്യവും ഉണ്ട് അതിന്റെ പിന്നില്. അപ്പൊ അവർക്ക് വേണ്ടി അവർ പറയുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കേണ്ടി വരും. നല്ല പരസ്യം കിട്ടും, പരസ്യക്കാരൊക്കെ ഒന്ന് മഞ്ചാക്കിക്കൊണ്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ നെഗറ്റീവ് വാർത്തകൾ കുറച്ച് വായിപ്പിക്കാൻ വേണ്ടി. അതുപോലെ ചാനലുകൾ അതുപോലെ തന്നെ. ചാനലുകളും ഭയങ്കര നഷ്ടത്തിലാണ്. ലാഭത്തിലോടുന്ന 1-2 ചാനൽ വേണമെങ്കിൽ നമുക്ക് ഇനി പറയുന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ചാനലുകളും നഷ്ടത്തിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവരും ആ ഒരു രീതിയിലുള്ള മത്സരമാണ്. പക്ഷെ ചാനലുകൾക്കുള്ള സുഖം, ഒരു തെറ്റായ വാർത്തയാണെങ്കിൽ പോലും ഒരു സെൻസിറ്റീവ് ഉണ്ടാക്കിയ ഒരു വാർത്ത അങ്ങോട്ട് കൊടുത്തിട്ട് അടുത്ത നിമിഷം അതിനെ കില്ല് ചെയ്യാം. പത്രത്തിന്റെ കയ്യിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ കിടക്കില്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പിന്നെ പുതിയ എഴുത്തുകാരാ ചന്ദ്രികയെ പറ്റി പറഞ്ഞപ്പോ, പുതിയ എഴുത്തുകാരെ ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് മറ്റു പ്രധാന പത്രങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് ചന്ദ്രികയിലേക്ക് അയച്ചു, അത് കൊടുത്തു എന്നൊക്കെയുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൊടുക്കാൻ, നമ്മൾ ഈ 50 കൊല്ലക്കാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ കൊടുക്കാൻ കഴിഞ്ഞിട്ട് അവർ പലരും വളരെ വലിയ പിന്നെ എഴുത്തുകാരൊക്കെ മാറിയിട്ടുണ്ട്. എന്റെ കാലത്ത് പോലും എഴുതി തുടങ്ങിയ പലരും പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് പോലും വാങ്ങിയിട്ട ആളുകളായിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് വാങ്ങിയ ആളുകൾ, അങ്ങനെ വളരെ ഉയരങ്ങളിലൊക്കെ എത്തിയ ആളുകൾ ധാരാളമുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ ആരോ സൂചിപ്പിച്ചു, MT എന്ന് അതിനിടയിൽ ആരോ പറയുന്നുണ്ടായിരുന്നു. MT വാസുദേവൻ നായർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ആദ്യത്തെ പ്രതിഫലം കൊടുത്തത് ചന്ദ്രികയാണെന്ന്. 4 രൂപ 50 പൈസ, 5 രൂപയാണ് അന്ന് ഒരു കഥയ്ക്കുള്ള പ്രതിഫലം. MTയുടെ ആദ്യത്തെ കഥ ചന്ദ്രിക പ്രസിദ്ധീകരിച്ചിട്ട് അതിന് പ്രതിഫലം 5 രൂപ. അപ്പൊ 50 പൈസ ഈ മണി ഓർഡർ അയക്കല. അപ്പൊ പുതിയ തലമുറക്ക് മണി ഓർഡർ അറിഞ്ഞോളുന്നില്ല. അപ്പൊ മണി ഓർഡർ അയക്കുന്നതിന്റെ ചിലവ് 50 പൈസ കഴിച്ചിട്ട് 4 രൂപ 50 പൈസയുമായിട്ട് ഈ എടപ്പാളിലെ പോസ്റ്റ്മാൻ തെരഞ്ഞു നടന്നു വാസുദേവൻ ആരാണെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അത് MT തന്നെ എഴുതിയിട്ടുണ്ട്, ധാരാളം തവണ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ MT ഉൾപ്പെടെ മലയാളത്തിൽ വന്നിട്ടുള്ള പ്രമുഖരായ പല എഴുത്തുകാരും എഴുതി തുടങ്ങിയത് ചന്ദ്രികയിലൂടെയാണ്. ഒരു പക്ഷേ ഇതിനാവും കാരണം അതിന് വലിയ പത്രങ്ങൾക്ക് അയച്ചാൽ അത് കൊടുക്കില്ല. പിന്നെ MT ചന്ദ്രികയിലൊക്കെ എഴുതി കൊടുത്തതിനു ശേഷമാണ് മാതൃഭൂമിയൊക്കെ അദ്ദേഹത്തിന്റെ കഥകളൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. പല കഥകളും തിരിച്ചയച്ചിരുന്നു. അതങ്ങനെയാണല്ലോ. തിരിച്ചയക്കാന്ന് പറഞ്ഞത് അവരെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. നമുക്കറിയാം. ഒറ്റ കാര്യം കൂടി പറയാം. ഈ ആകാശവാണിയിൽ ഒരു ഓഡിഷന് വന്നൊരു പാട്ടുകാരൻ, ആ പാട്ടുകാരനെ അവർ തിരിച്ചയച്ചു. നിങ്ങളുടെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞു, തിരിച്ചയച്ചു. ആ പാട്ടുകാരൻ വലിയ പാട്ടുകാരനായി. യേശുദാസിനെ ആകാശവാണി തിരിച്ചയച്ചതായിരുന്നു ഓഡിഷന് പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ നല്ല സൃഷ്ടിയാവാത്തത് കൊണ്ടാവില്ല വലിയ പത്രങ്ങൾ തിരിച്ചയക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്, പത്രം ഇത്രയൊക്കെയല്ല പറഞ്ഞത്. പിന്നെ സുഹറ പറഞ്ഞ നമ്മുടെ സുഹൃത്ത പറഞ്ഞ ഒരു സംഭവം, പിന്നെ സുഹൃത്താന്റെ ബാപ്പയും നമ്മളുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അദ്ദേഹം ഞാൻ ചന്ദ്രികയുടെ അയൽവാസിയൊക്കെ ആയിട്ട് ഡെപ്യൂട്ടി കളക്ടർ PT മുഹമ്മദ് സാഹിബ്. അവരെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത നല്ലൊരു സുഹൃത്താണ്, ഏറ്റവും ഒട്ടിയ പോക്കറെ. അപ്പം സുഹൃത്ത പറഞ്ഞ ഒരു സംഭവം എന്താ വെച്ചാല്, അവരുടെ പേരക്കുട്ടി ലോ ചെയ്യുന്നത് അദ്ദേഹത്തിന് ജേർണലിസത്തിന് താല്പര്യമുള്ളതുകൊണ്ടാണെന്ന്. വളരെ വളരെ നല്ല തീരുമാനം. പുതിയ തലമുറയ്ക്ക് അതറിയാം. ഇപ്പോഴും ഈ ലോ ഗ്രാജുവേറ്റ്സ് ആയ ഒരുപാട് ആളുകളെ പത്രപ്രവർത്തനം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതിന്റെ ഗുണവും ഉണ്ടാവും. കാരണം നമ്മൾ പത്രത്തിൽ എഴുതിയാലോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്താലോ മാധ്യമങ്ങളിൽ വരുന്നത് നിയമപരമായും നോക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഒരു നിയമവിരുദ്ധകാരി ചെയ്യുന്ന വാർത്തകൾ ഒരിക്കലും നിയമവിരുദ്ധമാവില്ലല്ലോ. അപ്പൊ അതിന് ഒരു വലിയ ഗുണമുണ്ട്. അപ്പം ലോ ഗ്രാജുവേറ്റ് ആയാലും ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം അതിലൊരു ഗുണമാണ് നമ്മുടെ നിയമത്തിന്റെ പരിധി നിന്നുകൊണ്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടാം. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ലോ ഗ്രാജുവേഷന് പോകുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ജേർണലിസത്തിൽ ഡിഗ്രിയോ PG ഒക്കെ എടുക്കട്ടെ. നല്ല ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ കുട്ടിക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ വേറെ ആരെങ്കിലും പറഞ്ഞ് വിട്ടുപോയിരുന്നോ എനിക്കറിയില്ല. പിന്നെ ജ്യോതി പറഞ്ഞത് എന്തായിരുന്നു? അല്ല, സാറ് പാരമ്പര്യം വിട്ട് ഈ രംഗത്ത് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു. സർ, ഞാൻ പറഞ്ഞത് ഒരു നല്ല ഒരു
മാഗസിനായിട്ട് മാറാൻ വേണ്ടി NLPയുടെ ഒരു കൂട്ടായ്മയില് നമുക്കൊരു പുതിയ ഒരു സ്റ്റൈൽ, ഈ നെഗറ്റീവ് ന്യൂസിന്ന് മാറി പോസിറ്റീവിലോട്ട് മാറി നമുക്ക് പോയിക്കൂടെ എന്നുള്ളതാണ്. അതെ, അതിനുള്ളൊരു പ്രയാസം, ഞാൻ പറഞ്ഞതുപോലുള്ള പ്രയാസം ഇതാണ്. ഇപ്പൊ ഇതൊരു വലിയ ബിസിനസ് ആയതുകൊണ്ടുള്ള പ്രയാസമാണ്. നമ്മള് മുൻധാരണ വെച്ചിരിക്കുകയല്ലേ, സെൻസേഷണലിസം ആണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അത് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇനി നമുക്കൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിക്കൂടെ? അത് ആക്സെപ്റ്റഡ് ആണോ? ജ്യോതി, അതിന് ധൈര്യം കാണിക്കുന്ന മാധ്യമങ്ങൾ വരണം. കാരണം ഇതിപ്പോ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടാണല്ലോ ഈ മാധ്യമങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ നല്ല കാര്യമാണ്. അപ്പൊ ഒരാളത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് മറ്റാളുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ഒരു 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 പരീക്ഷണം നടത്താൻ ആര് തയ്യാറാകും? പുച്ചക്കാർ മണി കിട്ടും എന്നുള്ളത് പോലെ ആദ്യം നമ്മൾ നെഗറ്റീവ് വാർത്തകൾ ബഹിഷ്കരിക്കുമെന്ന് ഒരു മാധ്യമത്തിന് തീരുമാനം, ഒരു ചാനലിന് തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ രീതിയിലേക്ക് മാറുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബഹുജന ശബ്ദം, നമ്മളെ പോലുള്ള കൂട്ടായ്മകളുടെ ശബ്ദം അങ്ങനെ വരണം. കാരണം നമ്മൾ റെഡിയാണ്, നല്ല വാർത്തകൾ സ്വീകരിക്കാൻ റെഡിയാണ്. നല്ല വാർത്തകൾ ചാനലുകൾ നല്ല വാർത്തകളാണ് വരേണ്ടത്, നെഗറ്റീവ് വാർത്തകളല്ല പോസിറ്റീവ് വാർത്തകളാണ് വരേണ്ടത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരണം. അപ്പൊ നമ്മളും ആ രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റും ആ രീതിയിൽ മാറ്റണം. നമ്മളിപ്പോ ഈ നെഗറ്റീവ് സംഭവത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് സംഗതിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല നമുക്ക് പോസിറ്റീവ് സംഗതിയുള്ളൂ. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന് റാങ്ക് കിട്ടിയാൽ അത് ഞാൻ ചിലപ്പോൾ നാലോട് പറഞ്ഞു വരില്ല. അതേസമയത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ ഒളിച്ചോടി പോയാൽ അത് 100 ആളോട് പറയും. അപ്പൊ അങ്ങനെയല്ലേ? അപ്പൊ ആ രീതിയിൽ നെഗറ്റീവ് വാർത്തകൾ പറയാനും പ്രചരിപ്പിക്കാനുമാണ് നമുക്ക് പോലും താല്പര്യം. അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ഒരു താല്പര്യം മനുഷ്യന്റെ ബ്ലഡിലുണ്ട്. അപ്പൊ നെഗറ്റീവ് വാർത്തകൾ പോസിറ്റീവ് വാർത്തകളെല്ലാം നമ്മൾ പറയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഏതായാലും നിർദ്ദേശം വളരെ നല്ല നിർദ്ദേശമാണ്. ഈ നെഗറ്റീവ് വാർത്തകൾ വരണം, ഈ നെഗറ്റീവ് വാർത്തകളുടെ എണ്ണം കുറക്കണം. ആളുകൾ അറിയാതെ ഒരു ക്രൈം മെന്റാലിറ്റി, ഒരു ത്വര വന്നു അപ്പൊ പോകുന്നുണ്ട്. അത് ശരിയാണ്. അപ്പൊ അത് രീതി മാറേണ്ടതാണ്. അഭിപ്രായം ഞാനും അതിനെ പിന്താങ്ങുന്നു. പിന്നെ വേറെ ആരും ഒന്നും പറഞ്ഞതില്ല എന്നെ ഓർമ്മ അല്ലേ? ജോഹ്റ മാം ചോദിച്ചിരുന്നു, പിന്നെ നിങ്ങൾ പത്രപ്രവർത്തന മേഖലയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? അതെ, ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ലോക്ക് പോകണമെന്നായിരുന്നു. പക്ഷെ അന്നൊന്നും അങ്ങനെ ഇല്ലല്ലോ. അന്നൊക്കെ ഇപ്പൊ നമ്മൾ കോളേജ് വിട്ട ഉടനെ തന്നെ പിറ്റേന്ന് തന്നെ ജോയിൻ ചെയ്തതുപോലെ ജോയിൻ ചെയ്തതാണ്. 76 മാർച്ച് 15-ാം തീയതിയാണ് ഞാൻ ചന്ദ്രികയിൽ ജോയിൻ ചെയ്തത്. അത് പിന്നെ അതിനു മുമ്പേ കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ അങ്ങനെ എഴുതുമായിരുന്നു. ഇന്ന് ഈ ബാലപംക്തികളിലൊക്കെ മാതൃഭൂമിന്റെയും ചന്ദ്രികന്റെയും ബാലപംക്തികളിലാണ് തുടങ്ങിയത്. മലയാളിയും പോലെ അങ്ങനെയാണല്ലോ തുടങ്ങിയത്. അപ്പൊ എഴുതാനുള്ള ഒരു താല്പര്യം, വായിക്കാനൊക്കെ ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കോളേജ് വിട്ട ഉടനെ തന്നെ പിന്നെ CH മുഹമ്മദ് കോയന്റെ ഫാദറും തമ്മിൽ ഭയങ്കര ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം കോഴിക്കോട് ബാറിലെ ഒരു അഭിഭാഷകനായിരിക്കുമ്പോൾ CH-ഉം അദ്ദേഹം 1952 ഒരുമിച്ച് മത്സരിക്കുകയും ഒരു വലിയ കൂട്ടായിരുന്നു. അടുത്തടുത്ത് താമസവും വലിയ കൂട്ടായിരുന്നു. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അതിങ്ങനെ ആ ബന്ധം മൂപ്പര് ജുഡീഷ്യറി പോയപ്പോ പൊളിറ്റിക്സ് ഒക്കെ വിട്ടെങ്കിലും ആ ബന്ധം, സൗഹൃദബന്ധം അങ്ങനെ തുടർന്നിരുന്നു. അപ്പൊ ഞാൻ കോളേജ് കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യണമെന്നുള്ള ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കലും ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ CH മുഹമ്മദ് വീട്ടിൽ വരികയും എന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. കാരണം ഈ തെക്ക് വടക്ക് നടന്നു പോവോ എന്നുള്ള ബേജാറിൽ ഉമ്മ പറഞ്ഞു, ഇയാളുടെ മോന്റെ കാര്യം നിങ്ങൾ നോക്കണേ എന്ന് പറഞ്ഞപ്പോ CH-നോട് പറഞ്ഞു. അപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ പോലെ തന്നെ പറഞ്ഞു, തിങ്കളാഴ്ച ഒന്ന് ഓഫീസിൽ വന്ന് കാണണേ, ചന്ദ്രഗിരി വരണേ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അങ്ങനെ വളരെ അവിചാരിതമായാണ് ചന്ദ്രയിലേക്ക് വന്നത്. അല്ല, പത്രപ്രവർത്തനം എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അവൻ കഴിയുമ്പോൾ ഒരു പത്രപ്രവർത്തകനാകാൻ കഴിയുമെന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എഴുതാൻ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് പത്രപ്രവർത്തനം ഇഷ്ടമായിരുന്നു മാത്രം. പക്ഷെ ഒരു മനോധൈര്യം കൊണ്ട് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഈ 50 കൊല്ലത്തെ സർവീസിനിടയിലും ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നാഥന്റെ കൃപയോടുകൂടി നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു മാധ്യമപ്രവർത്തകന്റെ സ്വപ്നം, അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ആ പത്രസ്ഥാപനത്തിന്റെ തലപ്പത്തെത്തുക. ഏത് സ്ഥാപനത്തിൽ വന്നാലും അങ്ങനെയാണല്ലോ, നമ്മൾ അതിന്റെ ടോപ്പിലെത്താനാണല്ലോ ആഗ്രഹിക്കുക, സ്വപ്നം കാണാം അല്ലേ? അപ്പൊ എല്ലാവരും അങ്ങനെ സ്വപ്നം കാണും. അങ്ങനെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുക വളരെ അപൂർവ ആൾക്കാർക്കല്ലേ. അപ്പൊ ആ ഒരു പോസ്റ്റ് ഒന്നല്ല ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ അവസാനം അത് റിട്ടയർ ചെയ്യുമ്പോഴേക്ക് പത്രാധിപരായിട്ട് വിരമിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഒരു ദൈവകൃപയായി, പഠിച്ചതിന്റെ ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. അപ്പൊ അങ്ങനെ വരാനുള്ള കാരണം ഇതാണ്. ആഗ്രഹിച്ചത് വക്കീലാവാനായിരുന്നു. പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞ പോലെ ഉപബോധ മനസ്സിൽ ഒരു പത്രപ്രവർത്തകനാണെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടക്കില്ല എന്നുള്ളൊരു ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ആരോ ഒരാൾ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, നെഗറ്റീവ് വാർത്തകളെ പറ്റി പറഞ്ഞപ്പോഴേ, മഞ്ഞപ്പത്രങ്ങൾ, അതാരാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. മഞ്ഞപ്പത്രങ്ങൾ എന്ന് നിങ്ങൾ പണ്ട് പറയായിരുന്നു അല്ലേ? അങ്ങനെ ആരോ പറഞ്ഞല്ലോ.
അതെ അതെ അത് പണ്ട് പണ്ട് അതൊരു അത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു പോയൊരു സംഭവം എന്ന് വെച്ചാല്, പണ്ട് നിങ്ങൾക്ക് പലർക്കും ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, തനിനിറം എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? തനിനിറം എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ട് സാർ. അത് അതെ ഓർമ്മയുണ്ട്, വായിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്നു പണ്ട്. ആ തനിനിറം, കാരണം നിങ്ങൾ വലിയൊരു ഓർക്കൂല, നിങ്ങൾ ഓർക്കേണ്ട പത്രം അല്ല അത്. കാരണം അത് എന്താ വെച്ചാല്, അത് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരാള് നടത്തുന്ന പത്രമായിരുന്നു. അത് തിരുവനന്തപുരത്തും അങ്ങനെ തിരുവിതാംകൂർ ഭാഗത്തായിരുന്നു അതൊക്കെ ഉള്ളത്. ഇവിടെ വളരെ മലബാറിലേക്ക് വളരെ അപൂർവമായി മാത്രമേ വന്നിട്ടുള്ളൂ. അവര് കോഴിക്കോട് ഒരു എഡിഷൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചത് മറ്റേ KP കേശവമേനോൻ, മാതൃഭൂമിന്റെ ചീഫ് എഡിറ്റർ KP കേശവമേനോനാണ് വിളിച്ചത്. അപ്പൊ സാത്വികനായ KP കേശവമേനോൻ, സ്വാതന്ത്ര്യ സമര സേനാനിയായ കേശവമേനോൻ, വലിയ രാജ്യഭക്തനായ കേശവമേനോൻ, അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു. എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനം പറഞ്ഞു, എനിക്ക് കൃഷ്ണൻ നായരോട് പറയാനുള്ളത് ഒരു കാര്യമാണ്. ഈ കേശവമേനോനെ പലരും വായിച്ചിട്ടുണ്ടാവും തോന്നുന്നു. അദ്ദേഹത്തിന് നാം മുന്നോട്ടൊക്കെ വലിയ ഇൻസ്പിറേഷൻ കിട്ടുന്നൊരു പുസ്തകമാണ്. പിന്നെ ഇയാൾ പറഞ്ഞു, എനിക്ക് പറയാൻ കൃഷ്ണനാരോട് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ പത്രത്തിന്റെ പോളിസി ഒന്ന് മാറ്റണമെന്ന്. കാരണം ഈ തനിനിറം പത്രത്തിൽ വരുന്ന വാർത്തകൾ ഒരു വാർത്ത പോലും നമുക്ക് വായിക്കാൻ പറ്റുന്നായിരുന്നില്ല. ഒക്കെ അഡൽസ് ഒള്ളി വാർത്തകൾ മാത്രമേ വരൂ. അത് നമുക്ക് കുടുംബസമേതം വായിക്കാൻ പറ്റാത്ത വാർത്തകൾ മാത്രമാണ് അതിൽ വന്നിരുന്നത്. ആ പത്രത്തിൽ മാത്രം അങ്ങനെ വരിക. ഫുള്ള് ആദ്യം മുതൽ തുടക്കം മുതൽ അവസാനം വരെ ആ രീതിയിലുള്ള വാർത്തകൾ, ഗോസിപ്പ് വാർത്തകൾ മാത്രം, മോശം വാർത്തകൾ മാത്രമേ വരിക. അപ്പൊ അതിന്റെ ഡിഷാണ് കോഴിക്കോട് തുടങ്ങുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാനാണ് കേശവമേനോൻ വിളിക്കുന്നത്. ഉടനെ കേശവമേനോൻ ഇങ്ങനെ പറഞ്ഞപ്പോഴ് അതിന് മറുപടി പറയാൻ വേണ്ടി മൂപ്പര് എഴുന്നേറ്റ്, ആര് കൃഷ്ണനാർ എഴുന്നേറ്റിനോട് പറഞ്ഞു, എന്റെ പത്രത്തിന്റെ നിലപാട് ഞാൻ മാറ്റുന്ന പ്രശ്നമല്ല, പക്ഷെ എനിക്ക് പറയാനുള്ളത് മാതൃഭൂമി ഈ നിലപാട് തുടരണം എന്നാണ്. മനസ്സിലല്ലേ? കൃഷ്ണനാരുടെ പത്രം നിന്നുപോയി, മാതൃഭൂമി നടക്കുകയും ചെയ്തു. എന്താ കാര്യം? അന്ന് കൃഷ്ണനാർ പറഞ്ഞതാണ് ശരി. കൃഷ്ണനാർ പറഞ്ഞതുപോലെ ഇന്ന് എല്ലാ പത്രങ്ങളിലും ഇത്തരം വാർത്തകളല്ലേ ഉള്ളത്. നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ് വാർത്തകളായാലും ശരി, മോശം വാർത്തകളായാലും ശരി, അത്തരം വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക എല്ലാ പത്രങ്ങളും. ഇന്ന് ഒരു കുടുംബത്തില് ഒരുമിച്ചിരുന്ന് പത്രം വായിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലേ? പക്ഷെ ഇന്നിപ്പോ അത് വളരെ സാധാരണമായി പോയതുകൊണ്ട് പ്രശ്നമില്ല. പണ്ടൊക്കെ അതിനൊരു ധാർമ്മികതയുടെ മതിൽക്കെട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അതൊന്നുമില്ല. അപ്പൊ പത്രത്തിൽ വരുന്ന എല്ലാ പത്രങ്ങളിലും വരുന്ന വാർത്തകൾ അത്തരം വാർത്തകളല്ലേ? സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട വാർത്തകൾ, അഡൽസ് ഒള്ളി വാർത്തകൾ. അപ്പൊ എല്ലാ പത്രങ്ങളിലും അങ്ങനെയാണ്. അന്ന് കൃഷ്ണനാർ പറഞ്ഞു, എല്ലാ നിങ്ങളുടെ പത്രം അങ്ങനെ മാറാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കാന്ന് പറഞ്ഞു. പക്ഷെ മാറി. കൃഷ്ണനാരുടെ പത്രം അല്ല, കേശവമേനോന്റെ പത്രം മാത്രമല്ല, കേരളത്തിലെ എല്ലാ പത്രങ്ങളും മാറി. ആ രീതിയിലായി പോയി. അതോടെ കൃഷ്ണനാരുടെ പത്രത്തിന് പ്രസക്തി ഇല്ലാതായി, അത് അവസാനിച്ചു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതിപ്പോ അന്ന് ഈ മഞ്ഞപത്രങ്ങൾ എന്ന് പറയുന്ന ഈ വാർത്ത, കൃഷ്ണനാരുടെ പത്രം ഉൾപ്പെടെയുള്ള അത്യപൂർവം, പിന്നെ ഒരു ഇടിക്കുറ്റിന്റെ, അങ്ങനെ അത്യപൂർവം പത്രങ്ങളായിരുന്നു. ആ പത്രങ്ങളായിരുന്നു അങ്ങനെ പറഞ്ഞത്. ഇന്നിപ്പോ അങ്ങനെ പറയുന്നില്ല, കാരണം മിക്ക പത്രങ്ങളും മഞ്ഞപത്രങ്ങളായി പോയിട്ടില്ലേ. ഓക്കെ, സമയം ഒരുപാട് നീണ്ടു. ഓവർ ടു റാഷി. ഓക്കെ, നദീറ മാം എന്റെ സംസാരത്തോടു കൂടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ നവാസ് സാറിന്റെ സഹോദരിയാണ്. അതെ അതെ അതെ. അവരുടെ വാക്കുകളുടെ മക്കുൽ സാർ അങ്ങനെ അവസാനിപ്പിക്കല്ലേ? പ്ലീസ്. എന്താന്ന് വെച്ചാൽ എനിക്കൊന്നും പറയാം. പേര് ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടി ആണെങ്കിലും അവർക്ക് സമയം ഉണ്ടാവുമോന്നൊന്നും അറിയാം. ഞാൻ പറഞ്ഞു പ്രായമുള്ള ആളാണ്, പറയുന്നത് അറിയാം, അവർക്ക് അറിയാന്ന് അറിയുന്നത്. അപ്പൊ എനിക്ക് മൂപ്പരെ കിട്ടുമല്ലേ എന്നുള്ള ഒരു ഉറപ്പില്ലേനു. ആദ്യതിനെ പറ്റി സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറെ പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ സമയമില്ല. കുട്ടിമൻഖാനെ പറ്റി തന്നെ പറയാനുണ്ട്. എന്താ വെച്ചാൽ ചെറുപ്പം മുതൽക്ക് ഈ പറഞ്ഞോണാണ്. പിന്നെ പത്രപ്രവർത്തനം അല്ലെങ്കിലും നല്ലോണം എഴുതിയും പിന്നെ സിനിമ കാണാ. നമ്മളൊക്കെ ചെറുത്താകുമ്പോ മൂപ്പര് ഇത്തിരി മുതിർന്നാണ്, എന്നെക്കാൾ ലേശം മൂത്താണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു 70 വയസ്സിന്റെ അടുത്തുണ്ടാവും ആള്, പ്രായം എന്നാ ഞാൻ പറഞ്ഞത്, അല്ലാതെ വയസ്സായ ആള് എന്നല്ല പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇവര് പറഞ്ഞപ്പേ വയസ്സായ ആള് പറഞ്ഞപ്പോ ഞാനങ്ങനെ പറഞ്ഞ ഞാൻ 3 കഴിയുമ്പത്തിന് അങ്ങനെ ആവൂലേ. വയസ്സൊരു പ്രശ്നമല്ല, അക്കം മാത്രമാണെന്നാണല്ലോ സാറ് പറഞ്ഞത്. എല്ലാരും റാഷിദ് സാറിന് എല്ലാരും മോർ പവർ. പിന്നെ വൈൻഡപ്പ് ചെയ്യണെന്നാ വേറെ ആരോ ആയിക്കോട്ടെ. ഇൻഷാ അല്ലാ കുട്ടിമൻ അല്ല നവാസ്കാക്കും എല്ലാവർക്കും മോർ പവർ. താങ്ക് യു. ഏതായാലും നല്ല ഒരു പിന്നെ ആളെ പെട്ടെന്ന് കിട്ടുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല സത്യം പറയുകയാണെങ്കിൽ. ഇന്ന് സിബത്തുൽ സാർ പറഞ്ഞോണ്ട് മാത്രമായിരിക്കുമല്ലേ കുട്ടി നിങ്ങൾ പറഞ്ഞത്. ഞാനാണെ വരെ ഉണ്ടാവില്ല.
ആയിക്കോട്ടെ. മോർ പവർ ടു ഓൾ. അസ്സലാമു അലൈക്കും. ക്ലോസിംഗ് റിമാർക്സിലേക്ക് പോവാണ്. പിന്നെ സീനത്ത് മാം ക്ലോസിംഗ് റിമാർക്സ് ജമീല ടീച്ചർ ഇല്ല. സർ അത് സീനത്ത് ചെയ്തോട്ടെ. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരെയാണ്. ഇവിടെ സ്വാഗതം ചെയ്ത സിദ്ദിഖുള്ള സർ, അധ്യക്ഷ വഹിച്ച നമ്മുടെ മുൻ ചെയർമാൻ മാർക്കുൽ മൈത്രി സർ, പിന്നെ നമ്മൾക്ക് ഇതുവരെ ഇന്ന് എല്ലാവർക്കും ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ പോസിറ്റീവ് ഊർജം മാത്രം നിറച്ചു തരുന്ന നമ്മുടെ CKR സർ, എങ്ങനെ അവരോട് വാക്കുകൾ പറയാൻ അറിയില്ല. പിന്നെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്ന നവാസ് പൂനൂർ സർ, അവരുടെ വാക്കുകൾ ഞാൻ ഇന്നലെ അല്പം കേട്ടതായിരുന്നു. സാറിന് കോള് മാറി പോയിട്ട് സാറായിട്ട് ഒത്തിരി നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നലെ സാറിന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോ. ഇന്ന് എത്രത്തോളമായിരിക്കും ആ സ്നേഹത്തോടുള്ള വാക്കുകൾ എന്നുള്ളത് കാതോർത്തിരിക്കുകയായിരുന്നു. എന്തായാലും രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവം കൂടുതൽ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ബോറടിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ എന്നല്ല, ഒട്ടുമിക്ക ആളുകൾ. നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് ആളുകളൊക്കെ വന്ന് രാഷ്ട്രീയം ഒരുപാട് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് തീരില്ല. അത്രയും സമയം രാഷ്ട്രീയം പറഞ്ഞിരിക്കും. പക്ഷെ എല്ലാവരും പറയും രാഷ്ട്രീയം പറയുന്ന സമയത്ത് ഇത് തീരില്ല എന്നാ പറയാം. പക്ഷെ ഇന്ന് ഇത്രയും സമയം നമുക്ക് രാഷ്ട്രീയം നല്ലൊരു രീതിയിൽ ഒരു കഥ പോലെ പറഞ്ഞു തന്ന, മന്ത്രിമാരെ കുറിച്ചിട്ടൊക്കെ അനുഭവ കഥകളൊക്കെ പറഞ്ഞു തന്ന് ബോറടിക്കാതെ എല്ലാവരും അത് കേട്ടുന്ന്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എന്നാരും പറഞ്ഞു. നമ്മളുടെ ക്ലാസ് തന്നെ പോസിറ്റീവ് ആണല്ലോ. അപ്പൊ എന്തായാലും നവാസ് പൂനൂർ സാറ് നമുക്ക് ഫുൾ പോസിറ്റീവ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നത്. സാർ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എന്താണ് ക്ലാസ് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാറിന് വിശദീകരിച്ചു കൊടുത്തത് അതായിരുന്നു. എന്തായാലും പിന്നെ ഇവിടെ നമുക്ക് ആശംസകൾ അർപ്പിച്ച സൈനുദ്ദീൻ മാർജീഡ് സർ, പിന്നെ അതേപോലെ NK അബ്ദുൽ അസീസ് സർ, ജ്യോതി പ്രദീപ് മാം, ഇവർക്കെല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കി എന്റെ ഹൃദയം തൊട്ട് നന്ദി പറയാണ്. മാത്രല്ല ഇത്രയും സമയം നമ്മുടെ എനർജൈസ് ഹബിന്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ഹൃദയം തൊട്ട് നന്ദി പറയാണ്. അത് മാത്രല്ല ഇന്ന് 777-ാമത്തെ ദിവസത്തില് എനിക്ക് നന്ദി പറയാന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാറ്റർ വന്ന സമയത്ത് ഞാൻ എന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഞാൻ അതൊരു ഗിഫ്റ്റ് ആയിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ എനർജി സബിൽ വന്നതിന് ശേഷം എനിക്ക് ഫുൾ പോസിറ്റീവേ ഉള്ളൂ. ഞാൻ നെഗറ്റീവ് മൈൻഡേ എടുക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ ഫസ്റ്റ് ജന്മദിനമായിട്ടാണ് ഞാൻ ഇന്ന് ആഘോഷിക്കാൻ പോകുന്നത്. ഞാൻ ഹസ്ബൻഡിൽ ഇന്നലെ പറഞ്ഞു, എന്നോട് ചോദിച്ചു എനിക്ക് എന്താ വേണ്ടതെന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഇതുവരെ കിട്ടിയിട്ടുള്ള സ്നേഹം അതന്നെ എനിക്ക് തരുന്ന ഗിഫ്റ്റിൽ അധികമാണെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിനൊരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ സ്വാഗതം ചെയ്ത സിബത്തുള്ള സാറും, നമുക്ക് ഇവിടെ ഗസ്റ്റിനെ പേര് നിർദ്ദേശിച്ച നദീറ മാമും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് അവരുടെ അടുത്ത്. കൂടുതലൊന്നും പറയാതെ അധ്യക്ഷന്റെ അനുമതിയോടുകൂടെ ഇന്നത്തെ ക്ലാസ് ക്ലോസ് റിമാർക്ക് ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. More power to you, more power to you, more power to you. More power to you. More power to you. More power to you. More power to you, Siraj. More power to you. More power to you. Have a nice day. More power to you. More power to you.